السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. മണിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മഹത്തായ ജ്ഞാന ഉത്സവത്തിൻ്റെ ഭാഗമായി ഒരു മതപണ്ഡിതന്മാരുടെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്ന ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യരെ, ഇവിടെ പ്രഭാഷണങ്ങൾ നടത്തിയ വിവിധ മതങ്ങളുടെ പണ്ഡിതന്മാരെ, മണിമലയിലെ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഈ പന്തലിന്റെ ചുവട്ടിൽ കസേരയിലും റോഡരികിലും ഉച്ചഭാഷിണിയുടെ ശബ്ദം എത്താവുന്ന അകലങ്ങളിൽ നിൽക്കുന്ന സഹൃദയരെ, വളരെ ഗൗരവമായ ചിന്താബന്ധുരമായ ഒരു ചർച്ചയാണ് മാനവിക സൗഹാർദ്ദ സമ്മേളനം എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഈ സമ്മേളനത്തിൽ നിങ്ങൾക്കെല്ലാം ഇത് ഉപകാരദായകമായി ഭവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും സൂചിപ്പിച്ച ഒരു പോയിന്റിനെ ഒന്നുകൂടെ ഗൗരവമായ ചർച്ചയ്ക്ക് വരാൻ വേണ്ടി അമേരിക്കയിലെ മതമഹാസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനമായ വാക്ക്, ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. ഈ രാജ്യത്തെ പോലെ ലോകത്ത് മറ്റ് രാജ്യങ്ങളൊന്നുമില്ല. 10-ലധികം വരുന്ന രാജ്യങ്ങളിൽ മതപ്രബോധനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യാൻ അവസരമുണ്ടായിട്ടുള്ള ഒരു എളിയ ഇസ്ലാമിക പ്രബോധകനാണ് ഈ ഉള്ളവൻ. ആ രാജ്യങ്ങളിലൊന്നും കാണാത്ത മനുഷ്യ സൗഹാർദ്ദം അത് നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. സാധാരണയായി മതസമ്മേളനങ്ങളിൽ ഓരോ മതവിഭാഗങ്ങളും സംഘടിപ്പിക്കുന്ന അവരുടെ സമ്മേളനങ്ങളിൽ വ്യത്യസ്ത മത പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ച് ചർച്ചകൾ നടക്കാറുണ്ട്. പല ചർച്ചകളും ഗൗരവമായ ചർച്ചകളായി മാറാറില്ല എന്നതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. ഏത് മതം സ്വീകരിക്കാനും നമുക്ക് അവകാശമുണ്ട്. ഏത് ദർശനങ്ങളുടെ വക്താവാകാനും നമുക്കിവിടെ സ്വാതന്ത്ര്യമുണ്ട്. നേരത്തെ ബഹുമാന്യനായ അയ്യപ്പദാസ് സ്വാമികൾ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനമായ ഒരു വാക്ക്, കണാദമുനിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വൈശേഷികത്തിൽ കണാദമുനി വൈശേഷികവുമായി ബന്ധപ്പെട്ട് കണാദമുനിയുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നിരീശ്വരത്വം ഒരു മതമായി അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ആരും ഇതുവരെ ഗൗരവമായി മതത്തെ സമീപിച്ചിട്ടില്ല. മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും എന്ന അഭിപ്രായക്കാരനാണ്.
നേരത്തെ ഫാദർ മാത്യു സർ സൂചിപ്പിച്ച വളരെ മനോഹരമായ ഒരു കാര്യം, മതം പഠിക്കുന്തോറും മാനവിക മൂല്യങ്ങളുടെ ഉടമയായി അയാൾ മാറും എന്നതിൽ സംശയമേയില്ല. മതം ഒരു പ്രവൃത്തിയാണ്, ജീവിതമാണ്, പൂരിപ്പിക്കപ്പെടേണ്ടതാണ്, ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കേണ്ടതാണ് മതം. മതാന്ധതയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. ലോകരാജ്യങ്ങളിൽ ക്രൈസ്തവ രാജ്യങ്ങളുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അതിനെല്ലാം അപവാദമായി നിൽക്കുന്ന വ്യത്യസ്ത മതങ്ങളുടെ സംഗമഭൂമിയായ രാജ്യമായി ഇന്ത്യ ഇവിടെ നിലനിൽക്കുന്നു. എൻ്റെ എല്ലാ അഭിപ്രായത്തോടും നിങ്ങൾ യോജിക്കരുത്, യോജിക്കണം എന്ന് പറയും ഞാൻ ആളല്ല. സ്വതന്ത്രമായ അഭിപ്രായം പറയുക എന്നുള്ളതാണ് സത്യസന്ധരായ പ്രബോധകരുടെ ബാധ്യത എന്ന് ഞാൻ വിചാരിക്കും. എൻ്റെ ഉള്ളിലൊന്നും എൻ്റെ പുറത്തു മറ്റൊന്നും പറയുക എന്നത് കപടതയാകുന്നു എന്ന് ഞാൻ വളരെ ഗൗരവമായി ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. മതഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യാൻ നാം ശ്രമിക്കുമ്പോൾ നാം കണ്ടെത്തുന്ന വളരെ പ്രധാനമായ കാര്യമുണ്ട്. ഒരൊറ്റ സ്രോതസ്സിൽ നിന്നാണ് മതങ്ങളുടെ മൗലികമായ എല്ലാ വിഷയങ്ങളുടെയും തുടക്കം എന്ന് കാണാൻ സാധിക്കും. മതമാണോ ഇവിടുത്തെ പ്രശ്നം? മതങ്ങളാണോ ഇവിടുത്തെ പ്രശ്നം? മതം മനസ്സിലാക്കാതെ, മതമനുസരിച്ച് ജീവിക്കാതെ, മതത്തിന്റെ പേരിൽ മുതലെടുപ്പുകൾ നടത്തിയവരാണോ നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ശാപം? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയും പാർട്ടിയുടെ നേതാവിനോളം ചീത്തയല്ല. ആ വാചകം ഞാനിവിടെ ഉദ്ധരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളും മത സംഘങ്ങളും ഒക്കെ രൂപീകരിക്കപ്പെടുന്നത് മൗലികമായ മനുഷ്യന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തനം, ഇവിടേക്ക് കയറി വന്ന എൻ്റെ ഉമ്മയുടെ പ്രായമുള്ള അമ്മ, അവരുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ്? ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് അവരെ പങ്കാളിയാക്കി എന്നതിന്റെ നന്ദിയാണ് അവരുടെ കണ്ണിലെ കാരുണ്യം എന്ന് നമ്മൾ തിരിച്ചറിയും. നേരത്തെ ദലൈലാമയെ ഇവിടെ ഉദ്ധരിച്ചു. മതം എന്ന് പറയുന്നത് കാരുണ്യമാണ്. കാരുണ്യ വിരുദ്ധ പ്രവർത്തനം മതമല്ല. ഞാൻ വളരെ ഗൗരവമായ ഒരു ചരിത്ര സംഭവം പറയാം. പ്രവാചക തിരുമേനിയെ നേരത്തെ ബഹുമാനനായ സ്വാമിജി ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു മതത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ എനിക്കുള്ള അഭിമാനം, ഞാൻ എന്തുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്നതാണ്. മനുഷ്യന്റെ മനസ്സാണ് വലുത്. മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോറാണ് മഹാത്മാഗാന്ധി എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിച്ചത് ഗീതാഞ്ജലിയുടെ ഉപജ്ഞാതാവായ രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ വളരെ മനോഹരമായി മനുഷ്യരെ പഠിപ്പിച്ച വളരെ പ്രധാനമായ ആ രവീന്ദ്രനാഥ ടാഗോർ പേര് നൽകിയ മഹാത്മാഗാന്ധി, ആ ഭാഗം പറഞ്ഞിട്ട് ഞാൻ അടുത്ത് പറയാം. ആ മഹാത്മാഗാന്ധിക്ക് ഒരു കുട്ടി ഒരു പെൻസിൽ കൊടുത്തു. വളരെ ചെറിയൊരു പെൻസിൽ, ഉപയോഗിച്ച് തേഞ്ഞുമാഞ്ഞു പോയ ഒരു പെൻസിൽ. അത് നഷ്ടപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധി അത് തിരയുകയാണ്, അന്വേഷിക്കുകയാണ്. ആകെ അസ്വസ്ഥനാണ് മഹാത്മാഗാന്ധി. അപ്പൊ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ചോദിച്ചു, എന്താ ഒരു പരവശം, എന്താ ഒരു വേദന? ഒന്നുമില്ല, എനിക്ക് ഒരു കുട്ടി സമ്മാനിച്ച ഒരു പെൻസിൽ. അയാൾ പറഞ്ഞു, നമുക്ക് എത്ര വലിയ പെൻസിൽ വേണമെങ്കിലും സംഘടിപ്പിക്കാമല്ലോ. മഹാത്മാഗാന്ധി പറഞ്ഞു, ഇല്ല, ആ പെൻസിൽ അവന്റെ മനസ്സാണ്, അവന്റെ മനസ്സാണ്, അവന്റെ ഹൃദയമാണത്. അതിന് സമാനമാവില്ല ഒരു പെൻസിലും. ഒരു മഹാചിന്തയാണ്. മണിമല ക്ഷേത്രവും ഇതിന്റെ പ്രോഗ്രാമും ഞാൻ പങ്കെടുത്ത ക്ഷേത്രങ്ങളിൽ ഏറ്റവും അംഗസംഖ്യ കുറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടുത്തെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തോട്. എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ അറബിയിൽ ഞാൻ ഉദ്ധരിച്ചതെല്ലാം ആ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്കിതിന് കരുത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരദായകമായി ഭവിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിച്ചത്, അറബിയിലാണെങ്കിൽ. ഞാൻ പറയുന്നത് മനസ്സ് തന്നെയാണ് വളരെ പ്രധാനം. ശ്രീമദ് ഭഗവത്ഗീതയിൽ ആത്മാവിനെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വാക്ക് എനിക്കിവിടെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞുവല്ലോ. മനസ്സ് തുറന്ന് സംവദിക്കുന്നു നമ്മൾ. എനിക്ക് വിയോജിക്കാം, ഫാദറിനോട് വിയോജിക്കാം, സ്വാമിജിയോട് വിയോജിക്കാം, MLA-യോട് വിയോജിക്കാം, യോജിക്കുകയും ആവാം. യോജിക്കേണ്ട പോയിന്റുകളിലെല്ലാം ശക്തമായി യോജിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായക്കാരാണ്.
സ്നേഹത്തോടു കൂടി തന്നെ വിയോജിക്കേണ്ടിടത്തെല്ലാം നാം സ്നേഹത്തോടു കൂടി വിയോജിക്കണം. അത് തിരുത്താനാണ്, മാറ്റാനാണ്, പരിവർത്തനം ഉണ്ടാകാനാണ്. ഒരാള് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരാള് മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അയാളെ വൃത്തിയാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇത് തന്നെയാണ് വളരെ കാതലായി നമ്മൾ അറിയേണ്ട കാര്യം. മതം എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എന്താണ് മതം? അവനവന്റെ മതത്തെക്കുറിച്ച് പോലും കൃത്യമായി പഠിച്ചവരല്ല മതവിശ്വാസികൾ. വളരെ പ്രധാനമായി എനിക്ക് പറയാനുള്ളത്, മതം കൊണ്ട് നടക്കുന്നവർ പോലും പാരമ്പര്യമായ കുറെ വിശ്വാസങ്ങളെയും, ഉപാസനാകാന്ഡം, വിജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, 3 കാണ്ഡങ്ങളായി വേർതിരിച്ച പഠനങ്ങൾ. ഉപാസനാകാന്ഡത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആരാധനാബന്ധിതമായ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. കർമ്മകാന്ഡം നമ്മുടെ പ്രവൃത്തികൾ, വൈജ്ഞാനികമായ മേഖലകൾ, ചിന്തകളുടെയും പഠനങ്ങളുടെയും മനനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും മേഖലകൾ, ശ്രുതികൾ, സ്മൃതികൾ. എന്താ ഇത്? ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദങ്ങൾ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ചതുർവേദങ്ങൾ. വേദം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു, വേദത്തിന്റെ ആകത്തുകയെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. ഉപനിഷത്തുക്കൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയവും സവിശേഷവുമായ ദശോപനിഷത്തുക്കൾ, ബൈബിൾ, ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും, സെന്നവസ്തും തെൽമൂദും, ഇതെല്ലാം വേദഗ്രന്ഥങ്ങളാണ്. പേര് പറഞ്ഞതും പറയാത്തതും മാനവ ചരിത്രത്തിന്റെ വ്യത്യസ്ത ദശാസന്ധികളിൽ അവതരിപ്പിക്കപ്പെട്ട ദൈവപ്രോക്ത വചനങ്ങളും. ഇത് ശരിക്കും പഠിച്ചിട്ടാണോ ഞാൻ മുസ്ലിമായത്, നിങ്ങൾ മതവിശ്വാസികളായത്, നമ്മൾ ആരാധനകൾ നടത്തുന്നത്? നമ്മുടെ ആരാധന ഫലവത്താണോ അല്ലേ എന്ന് പരിശോധിക്കാൻ എപ്പോഴെങ്കിലും നമുക്ക് സാധിച്ചിട്ടുണ്ട്? എന്റെ വീട് നിലനിൽക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങൾ മാത്രമുള്ള ഒരു ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മുമ്പ് ഞാൻ ബാലുശ്ശേരിയിലായി. ഇപ്പോഴും ഞാൻ അങ്ങോട്ട്, എന്റെ തറവാട് നിലനിൽക്കുന്ന ബാലുശ്ശേരി പ്രദേശം. ഗോപാലൻകുട്ടി മാഷ് കേസരിയുടെ പത്രാധിപരാണ്, എന്റെ അയൽവാസിയാണ്. എല്ലാ ആദർശങ്ങളുമുള്ള, ഹിന്ദുമതത്തിൽ തന്നെ അവാന്തര ചിന്തകളുള്ള എല്ലാവരും എന്റെ അയൽവാസികളാണ്. അവരുടെ നടുവിലാണ് ഞാൻ. ഫാദർ സൂചിപ്പിച്ച വാക്കാണ് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്. എന്റെ പ്രവർത്തനം മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി വരരുത്. എനിക്ക് എന്റെ ആദർശം ജനങ്ങളോട് പറയാം, എന്റെ ആശയം ശക്തമായി വാദിക്കാം. പക്ഷെ എന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട് എല്ലാം കാരുണ്യത്തിൽ അധിഷ്ഠിതമായി തരണം. അതാണ് മതം. അവിടെയാണ് ഞാൻ പറയുന്നത്, പ്രവാചക തിരുമേനി അദ്ദേഹത്തിന്റെ അനുചരന്മാരുമൊത്തൊരു വലിയ യാത്രയിൽ ഒരു കുന്നിൻ ചെരുവിൽ അവർ താമസിക്കാൻ ടെന്റ് കെട്ടുകയാണ്. പ്രവാചക തിരുമേനിക്ക് താമസിക്കാൻ ഗുരു എന്ന നിലയിൽ അവർ അദ്ദേഹത്തിന് ടെന്റ് കെട്ടി പ്രവാചകൻ അവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത രാത്രിയാണ്. പ്രവാചകൻ ദൂരെ ശ്രദ്ധിച്ചപ്പോൾ അവര് അഗ്നിക്ക്, അതായത് തീയിട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രവാചകൻ ഓടുകയാണ് അവരുടെ അടുത്തേക്ക്. പ്രവാചകൻ ആ അഗ്നി കണ്ട പ്രദേശം പരിശോധിക്കുകയാണ്. അപ്പൊ ഉറുമ്പുകൾ ചാലിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. പ്രവാചകൻ കോപാകുലനായി, ആരാണ് ഈ അഗ്നി ഇവിടെ ഇട്ടത്? ആരാണ് ഈ തീ ഇവിടെ കൊളുത്തിയത്? അത് അണയ്ക്കാൻ വേണ്ടി പ്രവാചകൻ വൈകാരികമായി ആവശ്യപ്പെടുകയും. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ ആരും കണ്ടില്ലേ ഈ ഉറുമ്പുകൾ ഇതുവഴി സഞ്ചരിക്കുന്നത്? അവരുടെ പാതയാണത്, അവരുടെ സഞ്ചാരപഥമാണത്. അവിടെ അഗ്നിക്കിരയാക്കിയത് ശരിയായില്ല. ഒരു ഉറുമ്പ് പോലും അഗ്നിക്കിരയാകാതെ ആ അഗ്നി അണച്ച് ശാന്തതപ്പെടുത്തിയതിനു ശേഷമാണ് പ്രവാചകൻ അവിടം വിട്ട് അദ്ദേഹത്തിന്റെ ടെന്റിലേക്ക് മടങ്ങിയത്. ഈ പ്രവാചകനെ ലോകം കാണുന്നത് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും അടയാളമായിട്ടാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന വളരെ പ്രധാനമായ കാര്യം, രാമൻ, രാമായണത്തിലെ രാമൻ, വാൽമീകി മഹർഷിയുടെ രാമൻ, വിദ്യാവാചസ്പതി വി പനോളി പ്രഗത്ഭമായ രാമനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ബുക്കുണ്ട്. പലതവണ ഞാൻ ആവർത്തിച്ച് വായിച്ചിട്ടുള്ള രാമനെ കുറിച്ചുള്ള, ശ്രീരാമനെ കുറിച്ചുള്ള പഠനങ്ങൾ. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം രമ്യത ഉണ്ടാക്കുന്നവൻ എന്ന്. രണ്ടുപേർ തെറ്റി നിൽക്കുന്നുവെങ്കിൽ അവർക്കിടയിൽ സൗമ്യത ഉണ്ടാക്കുന്നവൻ, അതാണ് രാമൻ എന്ന പദത്തിന്റെ അർത്ഥം. അയോധ്യ എന്ന പദത്തിന്റെ അർത്ഥം യുദ്ധമില്ലാത്ത ഭൂമി. അയോധ്യ യുദ്ധമില്ലാത്ത ഭൂമി, ഇന്നത് സംഘർഷ ഭൂമിയാണ്. ആരതിനെ സംഘർഷ ഭൂമിയാക്കി? നേരത്തെ സൂചിപ്പിച്ച മതാന്ധത ബാധിച്ചവർ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് യോജിക്കും. തമ്മിൽ ചൊല്ലാനല്ല മതം, തമ്മിൽ കഴുത്തിറക്കാനല്ല മതം. എനിക്കൊരു വിശ്വാസത്തെ ചോദ്യം ചെയ്യാം. ആ വിശ്വാസിയുടെ വിശ്വാസം തെറ്റാണെന്ന് എനിക്ക് പറയാം. പക്ഷെ ആ വിശ്വാസിയുടെ വിശ്വാസത്തെയോ വിശ്വാസമൂർത്തിയെയോ ആരാധനാ കഥാപാത്രയോ തകർക്കാനോ ചീത്ത പറയാനോ എനിക്ക് അവകാശമില്ല. എന്റെ വിശ്വാസത്തിന്റെ ന്യൂനതകൾ നിങ്ങൾക്ക് തിരുത്താം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ, അതിന്റെ 25, 26, 27 ആർട്ടിക്കിളുകളിൽ മനോഹരമാണ്. ഏതു മതം എനിക്ക് സ്വീകരിക്കണം. ശ്രീനാരായണ ഗുരു എവിടെ ഉദ്ധരിക്കപ്പെട്ടു? അരുവിപ്പുറം എവിടെ ഉദ്ധരിക്കപ്പെട്ടു? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന പ്രഖ്യാപനം ശ്രീനാരായണ ഗുരുവിൻ്റെതായി. ശാരദ പ്രതിഷ്ഠ നടത്തി, ശിവലിംഗ പ്രതിഷ്ഠ നടത്തി, കണ്ണാടി പ്രതിഷ്ഠ. ജാതീയതക്കെതിരെ, വിഭാഗീയതക്കെതിരെ, മതവിദ്വേഷങ്ങൾക്കെതിരെ ശക്തമായി പടപൊരുതി. മതവിദ്വേഷമില്ലാതെ സോദരത്തേനവ എന്ന മാതൃസ്ഥാനമാണിത് എന്ന് അദ്ദേഹം പാടി. ആ വരികളോട് ഉദ്ധരിക്കപ്പെട്ടു. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ഏറെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. എനിക്കൊരു അപേക്ഷയുണ്ട്, എല്ലാവരും മതത്തെ ശരിക്ക് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ആചരിക്കുന്ന പലതും മതമല്ല, നമ്മൾ വിശ്വസിക്കുന്ന പലതും മതമല്ല, നമ്മുടെ ഈശ്വര വിശ്വാസം ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും, നാളെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് പറയാൻ, ഇന്ന് ഈ പ്രഭാഷണം പൂർത്തിയാക്കുമെന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല. നിങ്ങൾ എന്നെ ക്ഷണിച്ചുവെങ്കിലും ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഈ സദസ് പടച്ചതമ്പുരാൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ, ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ലോകത്തിന്റെ തമ്പുരാൻ, അതീശാധികാരി, അവൻ മുമ്പേ തീരുമാനിച്ചതാണ് ഈ സംഗമം. ഈ സംഗമത്തിൽ ആരൊക്കെ ഉണ്ടാവണം, ഈ സ്റ്റേജിൽ ആരൊക്കെ ഇരിക്കണം, ആരൊക്കെ സംസാരിക്കണം എന്നത് മുമ്പേ ഉള്ള അവന്റെ തീരുമാനം. ആ തീരുമാനത്തിന്റെ പൂർത്തീകരണം ഞാൻ അവനെ സ്തുതിക്കുന്നു. മണിമലയിലെ ക്ഷേത്ര സമ്മേളനത്തിൽ യഥാർത്ഥ മതം ഉദ്ഘോഷിക്കാൻ എന്നെ തെരഞ്ഞെടുത്തതിന് ഞാൻ ആ ഈശ്വരനെ, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോട് നന്ദി പറയുകയും ചെയ്യും. മതം, ദൈവം അവതരിപ്പിച്ച പ്യൂർ മതം, പ്രപഞ്ചത്തിന്റെ നാഥൻ അവതരിപ്പിച്ച പ്യൂർ മതം. നമ്മുടെ മുമ്പിലൂടെ ഒഴുകിപ്പോകുന്ന 6 ജലകണികകളെ H2O, 2 ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്ന് വെള്ളമുണ്ടാക്കി ആര്? ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. നമ്മളൊക്കെ ആരാധിക്കുന്ന ആരാധ്യന്മാരില്ലാത്ത കാലത്ത് ആകാശഭൂമികളെ സംവിധാനിച്ച അതീശാധികാരിയായ ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, അവൻ അവതരിപ്പിച്ചൊരു മതവിടെയുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യരില്ലാത്ത ഒരു കാലഘട്ടം ലോകത്തിന് കഴിഞ്ഞുപോയി. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട അമ്പലങ്ങളിലെ ശങ്കുലിയും ചർച്ചിലെ മണിയടിയും പള്ളിമിനാരങ്ങളിലെ ബാങ്കുലിയും ഒന്നിച്ചു മുഴങ്ങാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ലോകത്തിന്. അന്ന് മതവിശ്വാസികളില്ല, നിരീശ്വരവാദികളില്ല, മനുഷ്യരേയില്ല. പക്ഷെ ഒന്നറിയണം, നരവംശ ശാസ്ത്രജ്ഞന്മാർ വളരെ മനോഹരമായി പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യവാസമില്ലാത്ത കാലത്ത് ഭൂമി ഇവിടെയുണ്ട്, പർവ്വതങ്ങളുണ്ട്, ആകാശമുണ്ട്, സൂര്യനും ചന്ദ്രനുമുണ്ട്, നക്ഷത്രങ്ങളുടെ സൗരമതത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഹിന്ദുമതം എന്നല്ല, അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു പദമാണ്. ഹിന്ദുമതം എന്ന് ഇതിനെ മതം കൃത്യമായി പഠിച്ച് ആരും വിളിച്ചിട്ടില്ല. സനാതനധർമ്മം എന്നാണ് സ്വാമി വിവേകാനന്ദൻ ഹിന്ദുമതത്തെ വിളിച്ചത്. സനാതനധർമ്മം. ഹിന്ദു എന്നല്ല ഹിന്ദുവിനെ വിളിച്ചത്, വേദാന്തി എന്ന് ഞാൻ മനസ്സിലാക്കും. സ്വാമി വിവേകാനന്ദൻ ഗൗരവമായി ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി, യോജിക്കാം വിയോജിക്കാം, രാജാറാം മോഹൻ റോയ്, അതിൽ ലൈറ്റ് ഓഫ് ട്രൂത്തിൽ സ്വാമി ദയാനന്ദ സരസ്വതി പറയുന്നത് വായിക്കാനും പഠിക്കാനും ഹൈന്ദവർ തയ്യാറാകണമെന്ന് കൂടി ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മതങ്ങളല്ല, മതമാണ് ഏറ്റവും പ്രധാനം. ഏതാണ് ആ മതം? ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞല്ലോ, ഒരു ജാതി. അതേതാ ജാതി? മനുഷ്യവർഗമാണത്, മനുഷ്യരാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനൻ, ബൗദ്ധൻ എന്നല്ല, മനുഷ്യർ, ആദമിന്റെ മക്കൾ. ഫാദർ നേരത്തെ പറഞ്ഞ ഒരു പദം, ഒരമ്മയുടെ മക്കളെ പോലെ, ഞാൻ അതിനോട് യോജിക്കുന്നു. അതോടൊപ്പം ഒന്നുകൂടെ നമുക്ക് തിരുത്താം. കഴിഞ്ഞ പാലക്കാട് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇതേ പദം ഉപയോഗിച്ചു, ഒരമ്മയുടെ മക്കളെ പോലെ. ഞാൻ പറഞ്ഞു, ശ്രീധരേട്ട, ഞാൻ വളരെ ബഹുമാനത്തോടെ താങ്കളുടെ പ്രസംഗത്തെ പൂർണ്ണമായി കേട്ടു. ഞാൻ കുറിപ്പുകളെ എഴുതി. ഒരു ചെറിയ സ്നേഹത്തോടെയുള്ള ഒരു തിരുത്ത്. ഒരമ്മയുടെ മക്കളെ പോലെ അല്ല, ഒരമ്മയുടെ മക്കളാണെന്നാണ്. അതാണ് വളരെ പ്രധാനം. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും. ലോകമാണ് തറവാട്, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം. ലോകമാണ് തറവാട്. ഇന്ത്യ മാത്രം എന്റെ രാജ്യം, പാകിസ്ഥാൻ നിങ്ങളുടെ രാജ്യം, സൗദി നിങ്ങളുടെ രാജ്യം, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്. അതിർവരമ്പുകൾ തിരിച്ചത് നമ്മളാണ്. ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒരു സന്ദേശമായി ഞാനൊരു കടയിൽ അല്പസാധനം പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ അവിടെ എഴുതി വെച്ചൊരു വാചകം, ഈ ഭൂമി ഇന്നലെ ആരുടേതോ ആയിരുന്നു, ഇന്ന് നിങ്ങൾ അനന്തരമെടുത്തു, നാളെ നിങ്ങളിൽ നിന്ന് മറ്റൊരു സമൂഹം ഇത് അനന്തരമെടുത്തു, ഇത് അവരുടേതാകും. അവകാശവാദങ്ങൾക്ക് പക്ഷികളെ പോലെയാകണം നമ്മൾ. പക്ഷികൾക്ക് പാസ്പോർട്ട് ആവശ്യമില്ല. അതിർവരമ്പുകൾ തിരിച്ചതും തൊട്ടുകൂടായ്മ ഉണ്ടാക്കിയതും നാമാണ്.
ശ്രീമദ് ഭഗവത്ഗീതയെ ആദരിച്ചുകൊണ്ട് തന്നെ അതിൽ കടത്തിക്കൂട്ടിയ പദങ്ങളെ കുറിച്ച് മഹാപണ്ഡിതന്മാർ ചർച്ച ചെയ്ത കൂട്ടത്തിലാണ് ചാതുർവർണ്ണ്യം മായാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ എന്ന സൂക്തത്തെ, എന്ന ശ്ലോകത്തെ പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുള്ളത്. തദീഹ രമണീയാം ശരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അബദ്യോരൻ ബ്രാഹ്മണ യോനി വസുകര യോനി ചണ്ഡാല യോനി. ചന്തോക്കുപനിഷത്തിലെ ശ്ലോകമാണ്. ഇവിടെ ആരും ബ്രാഹ്മണനായും ക്ഷത്രിയനായും ശൂദ്രനായും വൈശ്യനായും ജനിക്കുന്നില്ല. ചണ്ഡാലനായും പറയനായും പന്നിയായും നായയായും ആരും ജനിക്കുന്നില്ല. പൗരോഹിത്യമാണ് അതൊക്കെ ഉണ്ടാക്കിയത് എന്ന വിശ്വാസമാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം. ഞാൻ ഉറച്ചു പറയുന്നു, ഖുർആനിൽ 21 സ്ഥലത്ത് ഇങ്ങനെയാണ് വിളിക്കുന്നത്, യാ അയ്യുഹന്നാസ്, മാസ് പീപ്പിൾ. അല്ലയോ മനുഷ്യരെ, നോക്കൂ, അല്ലയോ മനുഷ്യരെ, അല്ലയോ ഹിന്ദുക്കളെ, ഇന്ത്യക്കാരെ, പാകിസ്ഥാനികളെ, അറബികളെ എന്നല്ല, അല്ലയോ മനുഷ്യരെ. ശ്രീദേവി അമ്മ വിളിക്കുന്നു, എന്റെ പൊന്നുമക്കളെ. എന്റെ പൊന്നുമക്കളെ എന്ന വിളിയും എന്റെ പൊന്നുമോൻ സുരേഷ് എന്ന വിളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മക്കളെയെല്ലാം ഒന്നിച്ചു വിളിക്കുന്ന മാതാവിന്റെ സ്നേഹവും മക്കളിൽ ഉച്ചനീചത്വങ്ങൾ കണ്ട് എല്ലാവരെയും വ്യത്യസ്തമായി കണ്ടു വിളിക്കുന്ന അമ്മയുടെ മനോഗതവും രണ്ടും രണ്ടാണ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യൻ നോക്ക്, ഈ വെട്ടത്തിൽ ഈ പ്രകാശം ഇത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഈ പ്രകാശം, ഈ കാണുന്നതെല്ലാം ആ ദൈവത്തിന്റെ സൃഷ്ടി. ആ ദൈവം മനുഷ്യരെ എന്ന് വിളിക്കുന്നു. ആ വിളി സൗഹൃദത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്, വർഗീയതയുടേതല്ല, വിഭാഗീയതയുടേതല്ല. ആർദ്രതയുടെ, അലിവിന്റെ, അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ, സാവർത്തിത്വത്തിന്റെ വിളിയാണ് മനുഷ്യരെ എന്ന വിളി. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 21-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ 262-ാം അധ്യായം 168-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 213-ാമത്തെ വചനം. 213-ാമത്തെ വചനം ഖുർആൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എല്ലാ വേദങ്ങളുടെയും സംഗ്രഹ സാരാംശമായ വിശുദ്ധ ഖുർആൻ ആ വാചകത്തിൽ പറയുന്നത്, കാനന്നാസു ഉമ്മത്തം വാഹിദ, മനുഷ്യരെല്ലാം ഒറ്റ സമുദായമായി. നോക്കൂ, മനുഷ്യരെല്ലാം ഒരച്ഛന്റെ അമ്മയുടെ മക്കളായിട്ടാണ്. ആദം ഹവ്വ ദമ്പതികൾ, ബൈബിളിൽ ആദം ഹവ്വ ദമ്പതികളെ കുറിച്ച് പരാമർശമുണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും പരാമർശമുണ്ട്. വേദങ്ങൾ, സെമിറ്റിക് മതങ്ങളിൽ ആദം ഹവ്വ ദമ്പതികളെ കുറിച്ച് ചർച്ചയുണ്ട്. ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാണ് മാത്യു സാറും അതുപോലെ തന്നെ അയ്യപ്പദാസ് സാർ. എല്ലാവരും നമ്മളൊക്കെ ആദമിന്റെ മക്കളാണ്. ഒരൊറ്റ സിട്ടാവിന്റെ അടിമകളാണ്. ഒരൊറ്റ സിട്ടാവിന്റെ ഏകം വിപ്രാപദന്തി. ഋഗ്വേദത്തിന്റെ 1-ാം മണ്ഡലത്തിലാണ് ആ വാചകമുള്ളത്. ദൈവം മേഘനാണ്, പലതില്ല, അവനെ പലതായി പലരും ധരിക്കുന്നു. യോ ദേവാ നാം നാമധ ഏകേവ, ദൈവത്തിന്റെ നാമങ്ങൾ ഏകീകരിച്ചിരിക്കുന്ന മാൽശക്തി, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. അവിടെ വളരെ പ്രധാനമായ ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ പഠനത്തിനും മനനത്തിനും നിങ്ങളുടെ വിയോജിപ്പുകൾക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ആകാശവും ഭൂമിയും മുമ്പേ ഉണ്ട്. അന്ന് മനുഷ്യരില്ല. സാഗരങ്ങളുണ്ട്, കാട്ടാറുകളുണ്ട്, കാനനങ്ങളുണ്ട്. കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹങ്ങളുണ്ട്, ചിഹ്നം വിളിക്കുന്ന ആനകളുണ്ട്. ആനയുടെയും സിംഹത്തിന്റെയും ഗർജനവും ചിഹ്നം വിളിയും കേട്ട് ഓടിയൊളിക്കുന്ന കൊച്ചുമൃഗങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നു എന്റെ മാധവേട്ടനോട്, എന്റെ ബഹുമാന്യനായ സ്വാമിജിയോട്, എന്റെ മാത്യു സാറിനോട് ഞാൻ ചോദിക്കുന്നു, നമ്മളില്ലാത്ത കാലത്ത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാരാ? അവനെ ഈശ്വരനായി കാണാൻ, അവനെ ദൈവമായി കാണാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഒന്നായി. നമ്മളിലെ അപാകതകളും വർഗീയതകളും ഉണ്ടാകുന്നത് ഒരു പരിധിവരെ ദൈവങ്ങളുടെ പേരിൽ. സത്യം, ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. എന്റെയും നിങ്ങളുടെയും ദൈവം സൂര്യന്റെ ദൈവമായാൽ, എന്റെയും നിങ്ങളുടെ ദൈവം ഭൂമിയുടെ ദൈവമായാൽ, എന്റെയും നിങ്ങളുടെ ദൈവം ആകാശത്ത് സൃഷ്ടിച്ച ദൈവമായാൽ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവം എലിയെയും പൂച്ചയെയും പശുവിനെയും സൃഷ്ടിച്ച ദൈവമായാൽ, ആ ദൈവത്തെ ആരാധിച്ചാൽ ഈ കൃമികീടങ്ങളെ നോക്കൂ, ഈ വട്ടത്തിൽ പാറി നടക്കുന്ന കൊച്ചു പ്രാണികൾ, അവയുടെ കാലുകൾ, അവരുടെ ചെറുകടി ശബ്ദങ്ങൾ, അതൊക്കെ രൂപകൽപ്പന ചെയ്ത പ്രപഞ്ചത്തിന്റെ നാഥനാരാ? ഞാൻ അവിടെ വളരെ ലളിതമായി, എന്നോട് നിങ്ങൾ യോജിക്കുമെന്ന വിശ്വാസത്തിലും എന്റെ പരാമർശം നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന എന്ന വിചാരത്തിലും ഞാൻ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ. യേശു ക്രിസ്തു മഹാനായ പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ പറയണം അലൈഹിസ്സലാത്തു വസ്സലാം. ജീസസ് ക്രൈസ്റ്റിന് ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഞങ്ങൾ. മോസസ് പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ, മൂസാ നബിയുടെ പേര് കേൾക്കുമ്പോ, 10 കമാൻഡ്മെന്റ്സിന്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഞങ്ങൾ പറയണം. ഞാൻ ചോദിക്കുന്നു, യേശു ക്രിസ്തു ഈ ഭൂമുഖത്ത് പൂജാതനാകുന്നതിന് മുമ്പ് കന്യാമറിയമുണ്ട്. അവർ വായു ശ്വസിച്ചു, അവർ വെള്ളം കുടിച്ചു. ആര് നൽകിയവർക്ക് ഈ വെള്ളം? ആര് നൽകിയവർക്ക് ഈ വായു? ആര് നൽകിയവർക്ക് ആന്തരിക അവയവങ്ങൾ? ആര് നൽകിയവർക്ക് കണ്ണും കാതും? ആ ശക്തി ആരാണ്?
ആദവും ഹവ്വായും സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗത്തിലാണ് എന്ന് വേദം. അതിനു മുമ്പ് സ്വർഗത്തെയും ആകാശത്തെയും ഒക്കെ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഈ സൃഷ്ടിനാഥൻ, ആ സൃഷ്ടിനാഥൻ പണ്ടേ ഉള്ള എന്നൊന്നുമുള്ള എല്ലാം നിയന്ത്രിക്കുന്ന, ഇപ്പൊ നിങ്ങൾക്കറിയാം മോഹൻജൊദാരോ ഹാരപ്പൻ സംസ്കാരം, ആ സംസ്കാരത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള A.D. പുസൽക്കാർ, പ്രഗത്ഭനായ ഉത്ഖനന ഗവേഷകനാണ് A.D. പുസൽക്കാർ. അദ്ദേഹം പറയുന്നത് ഒരൊറ്റ രൂപവും ആ മോഹൻജൊദാരോ സംസ്കാരത്തെ ഇളക്കി മറിച്ചപ്പോ ഒരൊറ്റ രൂപവും, ഉദാഹരണം നിലവിളക്ക്, ബിംബം, അതുപോലെ പിന്നെ യേശുക്രിസ്തുവിന്റെ ഒക്കെ നമ്മൾ കാണുന്ന രൂപങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ആരാധന മൂർത്തികൾ ഒന്നും കണ്ടെത്തിയില്ല എന്നത് മോഹൻജൊദാരോ ഹാരപ്പൻ സംസ്കാരത്തിൽ ജീവിച്ചവർ രൂപങ്ങളില്ലാത്ത, സ്വാമിജി ഒരു ഭാഗം സൂചിപ്പിച്ചു പോയി, അരൂപി എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചു പോയ ഒരു ഭാഗം, രൂപങ്ങളില്ലാത്ത സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെയാണ് അവരാരാധിച്ചത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് A.D. പുസൽക്കാർ രേഖപ്പെടുത്തുന്നു. മൗലാന ആസാദിന്റെ കൃതികളിൽ 103-ാമത്തെ പേജിൽ ആസാദും പറയുന്നു, അന്ന് ആരാധിച്ച, നിങ്ങൾ നോക്കൂ, ഓം അസദുമാ സദ്ഗമയ തമസുമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃജംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ആ പദം ഓം എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകളുടെ ഒരു ധാരണ വരും, അത് RSSന്റെയോ സംഘപരിവാരങ്ങളുടെ ഒരു ചിഹ്നമാണ് ഓം എന്ന തെറ്റായ ധാരണ. സംസ്കൃത നിഘണ്ടു, വിശ്വവിജ്ഞാന കോശം, ന്യൂ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, ഇതെല്ലാം പരിശോധിച്ചാൽ കാണാം ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. നമ്മുടെ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ നമോ നാരായണ, നാരായണ എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ വായിച്ചു മനസ്സിലാക്കിയത് നരകൃത ശുഭാശുഭഗ്രാഹി ആയിട്ടുള്ളവനാരോ അവൻ, മനുഷ്യന്റെ മനസ്സിലെ നന്മയെയും ശുഭവും അശുഭവുമായ കാര്യങ്ങളെ അറിയുന്നവൻ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിചാരവികാരങ്ങൾ അറിയുന്നവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ആ അർത്ഥത്തിലല്ല നമ്മൾ ഇന്ന് കാണുന്നതും ആരാധിക്കുന്നതും. വലിയ വ്യത്യാസമുണ്ട് അവിടെയാണ് ലോകത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുക എന്ന മൗലികമായ തത്വത്തിലേക്ക് മതമൂല്യങ്ങളെല്ലാം അടിസ്ഥാനപരമായി എത്തിപ്പെടുന്ന അവിടെയാണ്. ഇപ്പൊ ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. ഋഗ്വേദത്തിന്റെ 10 മണ്ഡലങ്ങളിൽ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയുന്നത് എന്താണെന്നറിയോ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സതാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിധേമ. ഈ പ്രപഞ്ചത്തെ മുഴുവനും ഗർഭം ധരിച്ച സാക്ഷാൽ ഈശ്വരൻ, മനുഷ്യരില്ലാത്ത കാലത്ത്, ജന്തുലോകങ്ങളില്ലാത്ത കാലത്ത് ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച സർവശക്തനായ ദൈവം, ആ സർവശക്തനായ ദൈവത്തെ എന്തുകൊണ്ട് നമ്മൾ ആരാധിച്ചില്ല? വളരെ പ്രധാനമാണ്. നമ്മളിവിടെ വളരെ നന്ദിപൂർവ്വം ഓരോരുത്തരുടെയും മേന്മയും പ്രത്യേകതയും നമ്മൾ പറഞ്ഞു. അവരെന്തുകൊണ്ട് അവർ സ്നേഹിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, ആകാശഭൂമികളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തെ നമ്മൾ എന്തുകൊണ്ട് മറന്നു? ഞാൻ ഈ കായംകുളത്ത് കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിലായി വിവിധ മത സാംസ്കാരിക സമ്മേളനങ്ങളിൽ കരുനാഗപ്പള്ളിയും കായംകുളത്തുമായി 3 പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു. പ്രബല മതങ്ങളുടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഒറ്റ ദൈവമേ ഉള്ളൂ. ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിച്ചു, എങ്കിൽ ആ ഒറ്റ ദൈവത്തെ എല്ലാവർക്കും കൂടി ആരാധിച്ചാൽ ഇന്ന് കാണുന്നതിനേക്കാൾ നമുക്കിടയിൽ ഐക്യവും സ്നേഹവും ഉണ്ടാവില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ആരും അതിന് മറുപടി പറഞ്ഞില്ല. എന്റെ മനസ്സ് വേദനിക്കുന്ന അതാണ്. എന്റെ കൈകൾ രൂപപ്പെടുത്തിയ എന്റെ സൃഷ്ടാവ്, എന്റെ നാവിന് ചലനശേഷി എന്ന എന്റെ സൃഷ്ടാവ്, എനിക്ക് സംസാരിക്കാൻ ഭാഷ നൽകിയ എന്റെ ലോകത്തിന്റെ തമ്പുരാൻ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സാക്ഷാൽ പടച്ചോൻ, ആ ഉടയ തമ്പുരാനെ കുറിച്ച് പറയുന്നത് ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ. ഈ ലോകത്തെ മുഴുവനും ഗർഭം ധരിച്ച സാക്ഷാൽ ഈശ്വരൻ, സ്വർഗത്തെയും നരകത്തെയും എല്ലാറ്റിനെയും സ്ഥാപിച്ച ആ സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ, ആ നാഥനെയാണ് ആരാധിക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ പാലക്കാട് ജില്ലയുടെ പർളിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരു ഉന്നയിച്ച ഈ സംഭവം, അഥവാ വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സദസ്സിൽ ശ്രീനാരായണ ഗുരു ഇരിക്കാറുണ്ടായിരുന്നു. ഒരു സമകാലികരായിരുന്നു. ഏകദൈവാരാധനയുടെ, നിങ്ങൾക്കറിയാം, സതി സമ്പ്രദായം നിർത്തലാക്കിയ രാജ റാംമോഹൻ റോയ്, അദ്ദേഹമാണ് ഈ ഇന്ത്യയിൽ ഏകദൈവാരാധനയുടെ മഹത്വം അദ്ദേഹം സ്വയം പേർഷ്യൻ ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേഷൻ ചെയ്തു ഇന്ത്യയിലെ കാലഘട്ടത്തിൽ നിന്ന് ഭാഷകളിലേക്ക്. ഏകദൈവാരാധനയുടെ മാറ്റത്തെ കുറിച്ച് തമീശ്വരാണം പരമം മഹേശ്വര താം ദേവദാനാം പരമം ച ദൈവതം
പതിം പതീന പരമം പരസ്താത് വിധാമദേവം ഭുവനേശമെഡ്യം. ക്ഷേത്രോപനിഷത്തിലൂടെ ഒക്കെ കടന്നുപോയാൽ നാം കാണുന്ന പ്രാർത്ഥനകൾ അതിൽ പറയുന്ന എന്താണ്? സകല ആരാധ്യൻ, നിങ്ങൾ ഇപ്പോൾ ആരാധിക്കുന്ന സകല ആരാധ്യന്മാരുടെയും സാക്ഷാൽ ആരാധ്യൻ, ആ സാക്ഷാൽ ആരാധ്യനെ നാം ആരാധിക്കണം. കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്. ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ. അതാണ് അതിന്റെ മേൽവിലാസം. അതിലെ ഒരധ്യായം 21-ാമത്തെ അധ്യായം, ഒന്നോ പലതോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 21-ാം അധ്യായം 148-ാമത്തെ പേജ്, 3-ാമത്തെ പാരഗ്രാഫ്, 1-2 വരികൾ നിങ്ങളൊന്ന് വായിക്കണം. കെ പരമേശ്വരൻ പിള്ള വളരെ പ്രഗത്ഭനാണ്. വളരെ പ്രഗത്ഭനായ കെ പരമേശ്വരൻ പിള്ള പറയുന്നത്, ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും ദേവിക്ക് സാക്ഷാൽ ഈശ്വരൻ കഴിവ് കൊടുക്കണം. ഞാൻ ചോദിക്കുന്നത്, ആ സാക്ഷാൽ ഈശ്വരൻ, ദേവിക്കും ദേവനും കഴിവ് കൊടുക്കുന്ന സാക്ഷാൽ ഈശ്വരൻ, അവനെ ആരാധിക്കാനാണ് വേദം പറഞ്ഞത് എന്ന് ഞാൻ പറയുന്നു. എല്ലാ വേദങ്ങളും, വിശുദ്ധ ഖുർആൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന പശ്ചാത്തലം സ്വാമിജി പറഞ്ഞു. 360-ലധികം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു മുഹമ്മദ് നബി മക്കയിൽ വരുമ്പോൾ കഅബയിൽ. ഇന്ന് മുസ്ലിങ്ങൾ ഏകദൈവത്തെ ആരാധിക്കുന്ന കഅബാലയത്തിൽ 360-ലധികം വരുന്ന വിഗ്രഹങ്ങൾ. കാരണം നോഹാ പ്രവാചകൻ, മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നോഹാ പ്രവാചകനാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പണ്ഡിത മതം, നേരത്തെ മതത്തെ പറ്റി പറഞ്ഞല്ലോ, അഭിപ്രായം. അവിടെ പണ്ഡിത മതം പറയുന്നിടത്ത് നോഹാ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് മഹാന്മാരായ ആളുകളെ ആദരിക്കാൻ വേണ്ടി അവർ ബിംബം ഉണ്ടാക്കി. അതാണ് പിന്നീട് ആരാധനയായി രൂപപ്പെട്ടതെന്ന് ചരിത്രം രേഖാമൂലം തെളിയിക്കുന്നു. ചരിത്രത്തിലെ മഹാപണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് പല ഗ്രന്ഥങ്ങളിൽ. അത് നമ്മൾ പഠിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത്, നമ്മൾ ഒരച്ഛന്റെ അമ്മയുടെ മക്കളായി ജനിച്ചു. ആ അച്ഛനും അമ്മയും ഉൾക്കൊള്ളുന്ന ഇടവകയിലോ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ മഹലിലോ, അല്ലെങ്കിൽ ഇതുപോലെ ക്ഷേത്രത്തിന്റെ പരിധിയിലോ അതിന്റെ പരിധിയിൽ വരുന്ന ഏരിയകളിലോ ഉള്ള ആ വിശ്വാസം, ക്ഷേത്രം, ആചാരം, അതിന്റെ പൈതൃകം, അവിടെ ആരാധിക്കപ്പെടുന്ന ആരാധനാമൂർത്തി, അവരെയൊക്കെ ആരാധിക്കുക എന്നതിനേക്കാൾ ഉപരി ലോകത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുക. അവിടെ പ്രധാനമായ ഒരു പോയിന്റ് ഞാൻ പറയുന്നത്, സൂര്യൻ സാക്ഷാൽ പ്രപഞ്ചനാഥനെ സമ്പൂർണമായി അനുസരിക്കുന്നു. സൂര്യൻ, അതുകൊണ്ട് സൂര്യൻ മുസ്ലിമാണ്. മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം ദൈവത്തെ അനുസരിക്കുന്നവൻ എന്നാണ്. അറബിയിലാണ് മുസ്ലിം എന്ന പദം, അറബി ഭാഷയിലാണ്. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമാധാനം, സമർപ്പണം എന്നാണ്. ബ്രഹ്മകർമ്മ സമാധിന, ബ്രഹ്മത്തിൽ കർമ്മം ചെയ്ത് സമാധിയുടെ ദൈവത്തെ ആരാധിച്ച് സമാധാനം, ദൈവത്തിലേക്ക്, നേരത്തെ പറഞ്ഞ ദൈവത്തിലേക്ക് എത്താനുള്ള വഴി അവിടെയാണ്. പ്രവാചകന്മാർ, ഋഷീശ്വരന്മാർ, നേരത്തെ പറഞ്ഞല്ലോ. അതായത് അസതോമാ സദ്ഗമയ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? ദൈവമേ, അസത്യത്തിൽ നിന്ന് നീ എന്നെ സത്യത്തിലേക്ക് എത്തിക്കണമേ. അപ്പൊ അസത്യത്തിലാണോ നമ്മൾ? അത് നമ്മൾ പരിശോധിക്കണ്ടേ? എന്റെ നടപടിക്രമങ്ങളും ജീവിതവും തെറ്റാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതില്ലേ? അത് തിരുത്തുന്നത് മറ്റൊരാളായി എന്നതുകൊണ്ട് അത് വർഗീയതയാവില്ല, വിഭാഗീയതയാവില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കേരളം ഏറ്റവും കൂടുതൽ വലിയ തിന്മ മദ്യപാനത്തിലാണ്. എല്ലാവരും ഉറക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ ഈ ഓച്ചിറ ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ പാടാവൂർ ഭഗവതി ക്ഷേത്രത്തിൽ, അതുപോലെ നമ്മുടെ ഇവിടെ ആലപ്പുഴയിലുള്ള അറവുകാട് ക്ഷേത്രത്തിൽ ഒക്കെ ഞാൻ അവിടുത്തെ കമ്മിറ്റിക്കാരെ ഓർമ്മപ്പെടുത്തിയ വളരെ പ്രധാനമായ കാര്യം, ക്ഷേത്ര ഉത്സവങ്ങളിലും ചർച്ചുത്സവങ്ങളിലും ഇസ്ലാമിക സമൂഹം നയിക്കുന്ന പള്ളി ഉത്സവങ്ങളിലും ആ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ വമ്പിച്ച തിന്മകൾ ചെയ്യുന്നു. അന്ന് മദ്യപിക്കുന്നു, കൂത്താടുന്നു, പല തിന്മകളും ചെയ്യുന്നു. ഇതെന്തുകൊണ്ടുണ്ടായി? മതം ഒരിക്കലും തിന്മയല്ല നമ്മൾ പറയും. പക്ഷെ മതാഘോഷത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞാൽ മതം പരാജയപ്പെടുന്നു എന്ന അർത്ഥം. കാരണം മദ്യപാനി സ്വർഗരാജ്യം ഉടമപ്പെടുത്തുകയില്ലെന്ന് ബൈബിളിൽ പറയുന്നു. മദ്യപാനി പതിതനാണെന്ന് വേദം പറയുന്നു. മദ്യപാനി സ്വർഗത്തിലെത്തുകയില്ലെന്ന് മാത്രമല്ല, അവൻ വിശ്വാസിയല്ലെന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നു. മദ്യമുക്തമായ ഒരു രാജ്യം ഭരിച്ച ആളാണ് പ്രവാചകൻ. ഞാൻ ചോദിക്കുന്നത്, 3 പ്രബല മതങ്ങൾ ഇവിടെയുണ്ട്. ഈ 3 പ്രബല മതത്തിന്റെ നായകന്മാർ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു. മനുഷ്യരെ സ്നേഹിക്കലും മനുഷ്യരുടെ രക്ഷയാണ് മതമെങ്കിൽ, അത് കേവലം കയ്യടികൾക്കപ്പുറത്താണെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി സംസാരിക്കുന്നു, ഈ മദ്യപാനത്തിന് മതസമൂഹത്തിന് എന്ത് ചെയ്യാനുണ്ട്? ക്ഷേത്ര ഉത്സവത്തിൽ നിങ്ങൾ മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതഭക്തരല്ല, നിങ്ങൾ ദൈവവിശ്വാസികളല്ല. നിങ്ങളെ തിരിച്ചറിയണം. ദൈവം നോക്ക്, ക്ഷേത്രത്തിൽ നിന്ന് മദ്യപിച്ച് എന്ന് ഭാര്യയുടെ ഊരക്ക് ചവിട്ടി അവളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ അത് കാരണമാകുന്നുവെങ്കിൽ അത് മതമാണോ? സ്വന്തം മക്കളെ കഴുത്തി എരിച്ചു കൊല്ലാൻ ഒരു മദ്യപാനിക്ക് പ്രേരണയാകുന്നുവെങ്കിൽ
അമ്മയെ ജന്മം നൽകിയ മാതാവിനെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന മനുസ്മൃതിയുടെ വാചകം ഇവിടെ ആറിൽ കുഴിച്ചു മൂടപ്പെടുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, ന്യായമായി ചിന്തിക്കാൻ, വേദങ്ങൾ പഠിപ്പിച്ച പോലെ ജീവിക്കാത്തതിന്റെ കുഴപ്പം ഏത് മതസമൂഹത്തിനും ഇന്നുണ്ട്. അത് ഞാൻ ഗൗരവമായി പറയും. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഒരു രാഷ്ട്രീയത്തിലും ഞാൻ വിശ്വസിച്ചിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് ശക്തമായൊരു മതമുണ്ട്. അള്ളാഹു അവതരിപ്പിച്ച മതം, പ്രപഞ്ചത്തിന്റെ നാഥൻ അവതരിപ്പിച്ച മതം, അത് മനുഷ്യവാസം മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ദൈവത്തിന്റെ മതം. സൂര്യന് മതമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടെന്ന് ഞാൻ പറയുന്നു. സൂര്യന്റെ മതം ദൈവത്തിന് സമർപ്പിതമാണ്. അതിന് അറബിയിൽ ഇസ്ലാം എന്ന് പറയും. അത് ഏതെങ്കിലും ഒരു കാലത്തിന്റെ മതമല്ല. ഞാൻ പറയുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യരിടപെടുന്നിടത്തൊക്കെ പ്രശ്നമുണ്ട്. നമ്മൾ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം, നമ്മുടെ യോഗം 8 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ സൂര്യൻ 6:30 ഉദിക്കുമെന്ന് പറഞ്ഞാൽ 6:28 ഉദിക്കില്ല, 6:32 ഉദിക്കാതെ പോവുകയുമില്ല. 6:30 ഷാർപ്പിന് ആ സൂര്യനെ കൺട്രോൾ ചെയ്യുന്ന ശക്തി ആരാ? അതാരാ? അത് ഒരാൾ പറയാണ്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ നാട്ടിൽ തന്നെ ഇതുപോലെ ഞാൻ ചോദിക്കുന്നത്, സൂര്യനെ കണിശമായി നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നത് ഉറപ്പാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് സൂര്യനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹമല്ല അതിന്റെ കൺട്രോളർ എന്ന് ഉറപ്പാണ്. സായിബാബ മരിച്ചു, അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും വീക്കായി. പക്ഷെ അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശ്വാസകോശം കേടുവന്നു, അദ്ദേഹം അറിഞ്ഞില്ല. ഭൂമിയിലേക്ക് മറിഞ്ഞു വീണതിന് ശേഷമാണ് ആന്തരിക അവയവങ്ങളിൽ അനാട്ടമി പഠിച്ച ആളുകൾക്കറിയാം, പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന്, ആന്തരിക അവയവങ്ങൾ കംപ്ലീറ്റ് തകർന്നു പോയിരുന്നു അദ്ദേഹത്തിന്റെ. അത് അറിയാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്മളെപ്പോലെ വായു ശ്വസിച്ച്, നമ്മളെപ്പോലെ വെള്ളം കുടിച്ചു, മഹാനായ ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ, അങ്ങനെ നിങ്ങൾക്ക് കരുതാം. ആ വ്യക്തിയെ പോലും നമ്മളിൽ പലരും ആരാധിക്കുമ്പോഴും നാം ഓർക്കണം, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിച്ചപ്പോൾ ആകാശം നിശ്ചലമായില്ല, ഭൂമി ചലിക്കാതിരുന്നില്ല. സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി സഞ്ചരിക്കുന്നത്. സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണമണ്ഡലങ്ങളിൽ നീന്തി തുടിക്കുന്നു എന്ന് ഖുർആനിലെ 36-ാം അധ്യായം 39-40 വചനങ്ങൾ. ഞാൻ ചോദിക്കുന്നത്, സൂര്യനും ചന്ദ്രനും തമ്മിൽ പ്രശ്നമില്ല, ഗോളങ്ങൾ തമ്മിൽ പ്രശ്നമില്ല, എല്ലാം കറക്റ്റാണ്. ഭൂമിയുടെ സഞ്ചാരം കറക്റ്റാണ്. അതുകൊണ്ടാണ് ഹേമന്തങ്ങളും വസന്തങ്ങളും ഗ്രീഷ്മങ്ങളും വരുന്നത്. എന്നാൽ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി അവന്റെ കൊള്ളരുതായ്മ കൊണ്ട് ഇടപെടുന്ന മേഖലകളിലെല്ലാം കുഴപ്പമുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നു, ഈ സൂര്യനെയും ചന്ദ്രനെയും കൺട്രോൾ ചെയ്യുന്ന ഈശ്വരൻ, അതിനെ നയിക്കുന്ന സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ, അതിനെ ആ സൂര്യനും ചന്ദ്രനും ആ നാഥനെ അനുസരിച്ചപ്പോൾ എല്ലാ പ്രശ്നങ്ങളോട് അവസാനിച്ചു. എങ്കിൽ ആ നാഥൻ അവതരിപ്പിച്ച ഒറിജിനൽ മതം അന്വേഷിച്ച് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. തമസോമാ ജ്യോതിർഗമയ, തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അല്ലെ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ആ വെളിച്ചത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തും? അന്വേഷണമാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ശ്രുതികൾ, സ്മൃതികൾ. എന്താണ് ശ്രുതി, എന്താണ് സ്മൃതി? ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രവിക്കപ്പെട്ടത് എന്നാണ് അതിന്റെ അർത്ഥം. ശ്രവിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കൽ നിന്ന് ഋഷീശ്വരന്മാർക്ക്, ആചാര്യന്മാർക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയ വാചകങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ശ്രുതികൾ, എന്താണ് സ്മൃതികൾ? സ്മൃതികൾ എന്ന് പറഞ്ഞാൽ ആചാര്യന്റെ സ്മൃതിപഥത്തിൽ നിന്നും അയാൾ ഉദ്ധരിച്ച തത്വങ്ങൾ, വചനാമൃതങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. സഹോദരങ്ങളെ, ഇത് രണ്ടിനെയും വ്യത്യസ്തമായി വേർതിരിച്ച് അതിലേതൊക്കെയാണ് ശ്രുതികൾ? ശ്രുതികളിൽ ഋഗ്വേദം വരും, സാമവേദം വരും, അഥർവവേദം വരും, യജുർവേദം വരും. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും എൻ്റെ ക്ലാസ്സിൽ പഠിച്ച രാകേഷ്, ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവനോട് പറഞ്ഞു, ചതുർവേദങ്ങൾ നീ വായിക്കാറുണ്ടോ? അപ്പൊ എന്നോട് ചോദിച്ചു, നീ എന്തിനാ പോയി നോക്കണത്, ഞങ്ങളുടെ വേദമല്ലേ. എടാ, നീ അത് വായിച്ചിട്ടുണ്ടോ? പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ വായിച്ചു. പൂർണ്ണമായി വായിച്ചിട്ടുണ്ടോ? ഋഗ്വേദത്തിന്റെ 10 മണ്ഡലങ്ങൾ വായിച്ചിട്ടുണ്ടോ നീ? ഞാൻ പറഞ്ഞു, നീ യജുർവേദം എടുക്ക്. യജുർവേദത്തിന്റെ 32-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം നീ ഒന്ന് ചൊല്ലി നോക്കിയേ. ആ ശ്ലോകത്തിൽ നീ വായിച്ചൊന്ന് അർത്ഥം പറഞ്ഞേ. ആ ശ്ലോകം ഇങ്ങനെയാണ്, നത്തസ്യ പ്രതിമാ അസ്തി. അതിന് ചുരുക്കമാണ് ഞാൻ പറയും, നത്തസ്യ പ്രതിമാ അസ്തി. ദൈവത്തിന് പ്രതിമയില്ല, ദൈവത്തിന് പ്രതിമയില്ല. അത് വായിച്ചവൻ എന്റെ മുഖത്ത് നോക്കി. ഇത്ര കൃത്യമായി അധ്യായ നമ്പറും വചന നമ്പറും നീ എങ്ങനെ കണ്ടു? വർഗീയതയില്ലാതെ വേദം പഠിച്ചപ്പോ എനിക്ക് കിട്ടി. അത് നിനക്ക് പറഞ്ഞു തരേണ്ട എന്റെ ബാധ്യതയാണ്. ദൈവത്തിന് വിഗ്രഹമില്ലെന്നും ആ വിഗ്രഹത്തിലൂടെ നീ ദൈവത്തിൽ എത്തുന്നത് ശരിയല്ലെന്നും വേദം അവിടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിന്റെ ബാധ്യതയാണ് യജുർവേദം അനുസരിച്ച് ജീവിക്കുക എന്ന്. കാരണം യജുർവേദം ദൈവത്താൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം.
പല വാചകങ്ങളും അതിൽ പിന്നീട് കടത്തിക്കൂട്ടി. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റ് ഓഫ് ട്രൂത്തിന്റെ ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി 8 വോള്യമായി വിവേകാനന്ദ സാഹിത്യ സർവസ്വം 8 വോള്യമായി ഇപ്പൊ നമുക്ക് കിട്ടും വായിക്കാൻ. അവിടെ എല്ലാം അത് രേഖപ്പെടുത്തുന്നുണ്ട് ഈ കാര്യങ്ങൾ. അവിടെ വളരെ പ്രധാനമാണ്. ഞാൻ എറണാകുളം വൈറ്റിലയിലാണ്, ഈരാറ്റുപേട്ടയിൽ തൊട്ടടുത്ത് ഈരാറ്റുപേട്ട പാലായിലെ മാത്യു സാറൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അതിന്റെ ലെക്ചർ അവിടുത്തെ കോളേജിലെ ഞങ്ങൾ ഒന്നിച്ചൊരു മലയാളി സമ്മേളനത്തിൽ ഖത്തറിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്ന കാലത്തും വൈറ്റിൽ നിന്ന കാലത്തും ഞാൻ പള്ളിയിലെ അച്ഛന്മാരുമായി ഫാദർമാരുമായി നിരന്തരമായി ബന്ധപ്പെടുമായിരുന്നു. വളരെ സ്നേഹസംവാദം. വലാ തുജാദിലു അഹ്ലൽ കിതാബ്, വേദക്കാരുമായി നിങ്ങൾ നല്ല സ്നേഹത്തിൽ സംവദിക്കണം. വേദങ്ങളുടെ ഉള്ളടക്കമെല്ലാം ഒന്നായി തീരുന്ന ചില മേഖലകളുണ്ട്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛോ, യേശുക്രിസ്തുവിന്റെ പ്രതിമ വെക്കുക എന്നത്, കന്യാമറിയമിന്റെ രൂപം വെക്കുക എന്നത് ബൈബിളിനെതിരായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛോ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചു, എന്താ മോനെ നീ എങ്ങനെ പറയാൻ, പ്രായം ചെന്നൊരാളെ എന്താ അങ്ങനെ പറയാൻ? അച്ഛോ, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. അതിനെതിരാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ സ്നേഹമാണെന്ന് നിങ്ങളോട് പറയാൻ. സാധാരണ ആളുകൾ വിചാരിക്കാതെ ചൂണ്ടിക്കാണിച്ചാൽ തമ്മിൽ തെറ്റുമല്ലോ. ഇല്ല, അറിയാത്തത് കൊണ്ടാണ്. അറിവില്ലാത്തതിന്റെ ശത്രുവാകും മനുഷ്യൻ. സത്യമാണ്, അറിയാത്തതിന്റെ ശത്രു മനുഷ്യനായി തീരും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ബൈബിൾ എടുത്തു നോക്കൂ, അതിലെ വാചകം ഇങ്ങനെയാണ്. ഫാദർ, എന്റെ വാചകത്തിൽ തെറ്റുണ്ടെങ്കിൽ ഫാദർ തിരുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹം ക്രിസ്തു മതത്തിന്റെ പണ്ഡിതനാണ്. ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ രൂപമുണ്ടാക്കി നിങ്ങൾ ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കരുത്. ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കരുത്. അതിന്റെ മുമ്പിലൊന്നും നിങ്ങൾ പ്രണാമമർപ്പിക്കരുത്. നിങ്ങൾ സാക്ഷാൽ ഈശ്വരനെ ആരാധിക്കുക എന്ന്. പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം, മിസ്രിം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. ഞാൻ ഈ പോയിന്റ് പറയാൻ എന്നെ പ്രേരിപ്പിച്ചൊരു സ്നേഹവശമുണ്ട്. അതെന്താണ്? BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു ബോംബെയിൽ. 4 ആളാണ് കൊല്ലപ്പെട്ടത്. ആദ്യമായി BR അംബേദ്കറിന്റെ പ്രതിമയിൽ ചെരുപ്പിയാർത്തി അനാദരിച്ചു. വമ്പിച്ച പ്രശ്നമുണ്ടായി ബോംബെയിൽ. പിന്നെ 4 ആൾ കൊല്ലപ്പെട്ടു. ഒറീസയിൽ ക്രൈസ്തവ രൂപങ്ങൾ തകർക്കപ്പെട്ടു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർക്കപ്പെട്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോഴൊക്കെ നമുക്കിടയിൽ കലാപങ്ങൾ ഉണ്ടായി. എന്നാൽ പ്രതിമയില്ലാത്ത ഒരു ലോകവും ജീവിതവും മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെങ്കിൽ, മതപ്രമാണങ്ങളെ അവലംബിച്ചാണ് ഞാനും നിങ്ങളും ജീവിക്കേണ്ടതെങ്കിൽ, ഞാൻ ചോദിക്കുന്നു, മതം പഠിപ്പിച്ചെടുത്ത് നിന്നാൽ പോരെ? അതിനപ്പുറത്തുള്ള നമ്മുടെ ചിന്തയും നമ്മുടെ വ്യാഖ്യാനവും നമ്മുടെ ഉദാഹരണവും ശരിയാണോ? എങ്കിൽ ദൈവത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ദൈവം മതമായ ഒരു ഉന്നതമായ ആദർശം അവതരിപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടളന്ന് നമ്മളൊരു പുതിയ ആദർശം അവതരിപ്പിച്ച് നമ്മൾ ദൈവം ചമയുന്നത് ശരിയാണോ? ഇത് വളരെ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിൽ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഇതാണ്. ഈ കേനോപനിഷത്തിലെ 6-7 ശ്ലോകമായിട്ടാണ് എൻ്റെ ഓർമ്മകളിൽ അത് നിലനിൽക്കുന്നത്. യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിത്തി നേതം യതിതമുപാസതേ യശ്രോത്രേണ ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിത്തി നേതം യതിതമുപാസതേ. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്നതൊന്നും ദൈവമല്ല. നിങ്ങളെ കണ്ണിന് കാഴ്ച നൽകിയവൻ ആരോ, നിങ്ങളുടെ കണ്ണ് പ്രാപിക്കാത്തവനാരോ, അവനാണ് സാക്ഷാൽ ദൈവം. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം 93 മുതൽ 104 വരെയുള്ള വചനം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ലാ തുദ്രികുഹുൽ അബ്സാർ വഹു യുദ്രികുൽ അബ്സാർ. ദൈവത്തെ ഒരാളും കണ്ടിട്ടില്ല. ദൈവമാണ് നിങ്ങളുടെ കണ്ണിന് നിർച്ചനം നൽകി. ബൈബിളിലുമുണ്ട്. ഫാദർ, ഞാൻ വിചാരിക്കുന്ന ഒരു വാചകം, അവന്റെ സ്വരം ഒരു നാളും ഒരാളും കേട്ടിട്ടില്ല, അവൻ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. ആ സാക്ഷാൽ പടച്ചതമ്പുരാനെ. അപ്പൊ മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ പറയുന്നത് ഏറ്റവും പ്രധാനമായ കൽപ്പന ഏതാണ്? അതിന് മഹാനായ യേശുക്രിസ്തു പറയുന്ന വാക്ക്, ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക, ആരാധിക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വചനമോ, ദൈവമേ ദൈവമേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പിതാവിന്റെ ഹിതം എന്താണ്? അത് 10 കമാൻഡ്മെന്റ്സിലെ 1-ാമത്തെ വാചകം വായിച്ചാൽ മതി.
10 കൽപ്പനകളിലെ ഒന്നാമത്തെ വാചകം എന്താ? ദൈവത്തെ അല്ലാതെ നീ ആരാധിക്കരുത്, അവനല്ലാത്ത ഒന്നിന്റെ രൂപമുണ്ടാക്കരുത് എന്നാണ്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് കാരണം എന്താണെന്നറിയോ, ഞാനിത് പഠിച്ചിട്ട് നിങ്ങൾക്കിത് പറഞ്ഞു തന്നില്ലെങ്കിൽ എനിക്ക് ഈ അവസരം ഉണ്ടാക്കി തന്ന ഈശ്വരന്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാവും. നിങ്ങളും എനിക്കെതിരെ തിരിയും. മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തിൽ നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾ ഒരു മതപണ്ഡിതനായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ഞങ്ങളെ വേദത്തിലുള്ളത് പോലും നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ സുഖിപ്പിച്ച് കയ്യടി കിട്ടാൻ പ്രസംഗിച്ചുവല്ലോ, അതിന്റെ കാരണത്താൽ ഞങ്ങൾ ദൈവത്തിന്റെ ശിക്ഷയിൽ അകപ്പെട്ടുവല്ലോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. ആത്മാർത്ഥമായാണ് ഞാൻ പറയുന്നത്, വേറൊരു ഉദ്ദേശവും ഇതിലില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ സമ്മേളനത്തിൽ BJPയുടെ ഒരു ജില്ലാ സെക്രട്ടറി മനോഹരമായ അദ്ദേഹം പ്രസംഗിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, ബിംബാരാധന അല്ലെങ്കിൽ ദൈവേതരരെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്ത് പതിക്കുമെന്ന് നിങ്ങളുടെ ലഘുലേഖയിൽ കണ്ടു. അതെന്റെ മനസ്സിനെ വേദനിപ്പിച്ചു എന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് രസകരമായി പറഞ്ഞു, സാർ, ഞാനല്ല നിങ്ങളെ വേദനിപ്പിച്ചത്, ഈ ലഘുലേഖയുമല്ല. ആ ലഘുലേഖ ഒരു വേദഗ്രന്ഥത്തിലെ വചനമാണ്. ആ വചനത്തിന് ഞാൻ എന്ത് പേച്ചു സാർ? ദൈവം അവതരിപ്പിച്ച വേദത്തിൽ ദൈവം പറയുന്നു എന്ന് നമ്മൾ ലോകരോട് പറയുന്നു. എന്നിട്ട് ആ വാചകം നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ സാർ, നമ്മൾ ദൈവത്തിന്റെ വാചകത്തെ നിഷേധിച്ചവരായി തീരും. അപ്പം അദ്ദേഹം എന്നോട് കൗതുകത്തോട് കൂടി ചോദിച്ചു, ആ വാചകം ഏതാണ്? അന്തം തമഹ പ്രവിശന്തിയേ സംപൂത്യമുപാസതേ തതോഭൂയ യുവതേ യഹു സംപൂത്യാം രദഹ. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. ആർക്കും എടുത്തു നോക്കാം, വേദം മുഴുവൻ പരതണ്ട. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ദൈവേതരരെ, പിതൃമാനവാദികളെ, അതായത് ദൈവത്തെ അല്ലാതെ ദൈവത്തിന്റെ സൃഷ്ടികളെ ആരെ നിങ്ങൾ ആരാധിച്ചാലും ഘോരാന്ധകാരമായ ഇരുട്ടിൽ, ഇത് ഖുർആൻ പറയുന്ന, നോക്കൂ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ദൈവേതരെ ആരാധിച്ചാൽ, അമ്പിയാക്കളെ, പ്രവാചകന്മാരെ, ഋഷീശ്വരന്മാരെ, മാലാകമാരെ, ജിന്നുകളെ ആരെ ആരാധിച്ചാൽ, ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ഘോരാന്ധകാരമായ നരകത്തിലെത്തും. ഇത് വേദങ്ങളെല്ലാം പഠിപ്പിച്ചതാണ്. ഈ വേദം പഠിപ്പിച്ച് ഈ ഒരാശയം ഇവിടെ ഇന്ത്യയിൽ, ആ ആശയത്തിലേക്ക് നമ്മളെല്ലാം വന്നാലോ, നമുക്കിടയിൽ എവിടെ മതത്തിന്റെ പേരിൽ ഇത് എന്റെ ദൈവം, ഇത് നിന്റെ ദൈവം എന്നൊരവസ്ഥ ഉണ്ടാവുക. അതുകൊണ്ട് ഈ പോയിന്റ് വളരെ കണിശമായി ഇസ്ലാം, ഞാൻ മാത്രവുമല്ല, മതസമ്മേളനത്തിലെ ഒരു പ്രധാന കാര്യം തന്നെ എന്താ പറയുക, എന്റെ മതം പരിചയപ്പെടുത്താനുള്ള അവസരമാണ്. മാത്രവുമല്ല, മതത്തെക്കുറിച്ച് തെറ്റിദ്ധരിക്കുന്നവർക്ക് തെറ്റിദ്ധാരണ തിരുത്താൻ ഈ മതം ആരെയും നിർബന്ധിക്കണില്ല. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചതാണെന്ന് പറയുന്ന ഘട്ടങ്ങൾ വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ശുദ്ധിപ്രസ്ഥാനത്തിന്റെ നേതാവായ ശ്രദ്ധാനന്ദ സ്വാമികൾ കൊല്ലപ്പെട്ടപ്പോ, അബ്ദുൾ റഷീദിനാൽ കൊല്ലപ്പെട്ടപ്പോ, മഹാത്മാഗാന്ധി പോലും വൈകാരികമായി പറഞ്ഞുപോയി, മതം വാളുകൊണ്ടാണ് പ്രചരിച്ചത്. മഹാത്മാഗാന്ധി പിന്നീട് തിരുത്തി. മഹാനായിരുന്നു അദ്ദേഹം, നന്നായി പഠിക്കുമായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധിയെ തിരുത്തി. ഞാൻ പറയുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളുകൊണ്ടല്ല, വിശ്വാസങ്ങളെ കൊണ്ടാണ്. ചർച്ചകളായിരുന്നു പ്രവാചകന്റെ, വേദഗ്രന്ഥത്തിന്റെ ചർച്ചകൾ. അവരെന്താണ് വേദത്തെ കുറിച്ച് പഠിക്കാത്തത് എന്നിടത്ത് ആരംഭിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ 1ാം വോള്യം 95 മുതൽ 106 വരെയുള്ള പേജിൽ പറയുന്നത്, 2 കാര്യം കൊണ്ടാണ് അറബ് ജനത നന്നായത്. അറബികൾ വളരെ മോശമായിരുന്നു. വാണിജ്യ ബന്ധങ്ങൾ നമുക്ക് വളരെ നേരത്തെയുണ്ട് ഇന്ത്യയുമായി. അറബികൾ വളരെ മോശമായി ജീവിച്ച, മദ്യവും വ്യഭിചാരവും എല്ലാ നിലക്കുമുള്ള തിന്മകൾ, ബഹുദൈവത്വ വിശ്വാസങ്ങൾ, മഹാന്മാരുടെ ഖബറുകൾ കെട്ടിയുയർത്തി അതിനെ ആരാധിക്കുന്നത്, ഇതെല്ലാം നിലനിന്ന ഒരു ലോകത്തായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത്. ആ പ്രവാചകൻ അവരുടെ മനസ്സ് തട്ടുന്ന വാക്ക് പറഞ്ഞു. അവരോട് ചോദിച്ചു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവ്. വല്ലാത്തൊരു വാക്കല്ലേ അത്. നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഈ സ്റ്റേജിലിരിക്കുന്ന ബഹുമാന്യരെ, നേരത്തെ പാട്ടുപാടുകയും മനോഹരമായി പാടുകയും പിന്നീട് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം സമഗ്രമായി എന്നാൽ ഏറെ ഹൃദയഹാരിയായി അവതരിപ്പിച്ചിട്ടുള്ള ആളുകൾ, എന്നെ ക്ഷണിച്ച ബഹുമാനനായ അഭിലാഷ്, ഇവരെല്ലാം ഇരിക്കുന്ന ഈ വേദിയിൽ ഞാൻ പറയുന്നു, നാം മതത്തെ ഗൗരവമായി പഠിക്കാൻ ഇനി മുതൽ തയ്യാറാകും. അവിടെയാണ് മതം ശരിക്ക് പഠിപ്പിക്കുന്നത് എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ ആലോചിച്ച് ഒരു നിശ്ചിത സമയം എത്തിയാൽ നമ്മൾ മരിക്കും. ആരാ നമ്മളെ മരിപ്പിക്കുന്നത്? ഒരാളും, അലക്സാണ്ടർ ചക്രവർത്തി, ലോകത്തിൽ അതിർവരമ്പുകൾ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നാട്ടുകാരോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, 3 കാര്യങ്ങൾ നിങ്ങൾ എന്റെ പേരിൽ ചെയ്യണം. ഒന്ന് 3 കാര്യങ്ങൾ. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ കുടുംബക്കാരോ രാജാക്കന്മാരോ പ്രമുഖരോ ഒന്നും എന്റെ ശവമഞ്ചം ചുമക്കാൻ പാടില്ല. എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് എന്നെ നോക്കിയ ഡോക്ടേഴ്സാണ്. 2, എന്റെ സമ്പാദ്യങ്ങളിലെ വെള്ളിയും സ്വർണവും
എന്റെ സെമിത്തേരിയിലേക്കുള്ള അല്ലെങ്കിൽ എന്റെ ചുടലക്കളത്തിലേക്കുള്ള യാത്രക്കിടയിൽ നിങ്ങൾ റോട്ടിൽ വിതരണം, വഴിത്താരകളിൽ വിതരണം. 3, എന്റെ കൈ ചേർത്ത് വെച്ച് നിങ്ങൾ എന്നെ കഫൻ ചെയ്യരുത്, എന്നെ നിങ്ങൾ പുതയ്ക്കരുത്, തുണി മൂടരുത്. എന്റെ 2 കൈകളും ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് എടുത്തിറങ്ങും. ആളുകൾ ചോദിച്ചു, അങ്ങൊന്ന് ഇത് പറഞ്ഞതിന്റെ പൊരുളൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, എന്താണ് അങ്ങൊന്ന് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരാണ് എന്നെ നോക്കുന്നത്, അവർക്ക് പോലും മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് ലോകം തിരിച്ചറിയണം. 2, ഞാൻ സമ്പാദിച്ചു വെട്ടിപ്പിടിച്ച ആളുകളെ ആക്രമിച്ചുണ്ടാക്കിയ സമ്പത്തൊന്നും ഞാൻ മരിക്കുമ്പോൾ കൊണ്ടുപോകില്ല എന്ന് ഈ വഴിത്താരകളിൽ സ്വർണവും വെള്ളിയും വിതറുക വഴി ലോകമറിയണം. 3, എന്റെ കൈകൾ ഉപയോഗിച്ച് പ്രകരിച്ചവരെയും ആഭരണങ്ങളും അതുപോലെ കൊള്ള ചെയ്ത് സമ്പാദിച്ചതും എന്റെ കൈകളിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല, മനുഷ്യൻ നിസ്സഹായനാണ് എന്ന് ലോകമറിയണം. ഞാനും നിങ്ങളും മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവില്ല. പക്ഷെ ഒരു കാര്യം, നേരത്തെ പറഞ്ഞ ഉപാസനാകാന്ഡവും കർമ്മകാന്ഡവും വൈജ്ഞാനിക കാണ്ഡവും ഒക്കെ ചർച്ച ചെയ്യുന്നിടത്ത് ഒരു കാര്യം ആലോചിക്കണം. ഒരേ ഒരു കാര്യം, നമുക്ക് ഏത് വേദം മാറ്റിവെച്ചോളൂ, ഏത് വേദഗ്രന്ഥം മാറ്റിവെച്ചോളൂ, എങ്കിലും ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമി നിലനിൽക്കുന്നുവല്ലോ, ആര് നിലനിർത്തി സഹസ്രാബ്ദങ്ങളായി? ഈ ആറുകൾ ഒഴുകുന്നുവല്ലോ, വെള്ളം ഒഴുകുന്നുവല്ലോ, നമ്മൾ എല്ലാവരും ഏറെ വേദനിക്കുന്നു മഴയില്ലാതെ. ആരോടാ മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ആരുടെ മുമ്പിലാണ് നാം നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കേണ്ടത്? അവിടെയാണ് മഹാനിർവഹണ സ്തോത്രത്തിലെ ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അവിടെ പറയുന്നത്, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്ര പ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. ത്വമേകം, ഏകനായ ദൈവമേ, ഞാൻ നിന്നോട് ശരണം തേടുന്നു, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്റെ ആവശ്യങ്ങൾ ഞാൻ നിന്നിൽ അർപ്പിക്കുന്നു. നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ഈ മഹാജഗത്തിന്റെ ജഗതീശ്വരനാ നീ. അങ്ങനെയുള്ള ഖുർആനിലെ 1-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനം എന്തറിയോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതികളും സർവ്വലോകങ്ങളുടെയും തമ്പുരാനായ സാക്ഷാൽ പ്രപഞ്ചനാഥനാകുന്നു. അവൻ ആ അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹ്. അറബ് നാടുകളിൽ ബൈബിളിൽ അല്ലാഹു എന്നാണ് യഹോവക്ക് കൊടുത്തിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ലോകത്തിന്റെ തമ്പുരാൻ അല്ലെ? സങ്കീർത്തന പുസ്തകത്തിൽ കാണാം വളരെ മനോഹരമായി 148-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അവിടെ വായിക്കുന്ന വളരെ പ്രധാനമായ, ആകാശത്തിലെ പർവ്വചാരികളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിലെ ജലരാശിയെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആഴിയിലെ മത്സ്യാദികളെ നിങ്ങൾ അവനെ സ്തുതിക്കുക. കാരണം അവനല്ലയോ നിങ്ങളുടെ യജമാനൻ, അവനല്ലയോ നിങ്ങളുടെ സൃഷ്ടാവ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ സൃഷ്ടാവായ ഏകനായ പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശൂബൻ വകബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി യത്ഖാകും. ഖുർആനിലെ 49-ാം അധ്യായം 13-ാമത്തെ വചനമാണ്. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ നിങ്ങൾ. നിങ്ങളുടെ വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാ, തമ്മിത്തല്ലാനല്ല, കഴുത്തറുക്കാനല്ല, രാജ്യത്തിന്റെ പേര് പറഞ്ഞ് തമ്മിത്തല്ലാനല്ല, നീ അധകൃതൻ ഞാൻ സമ്പന്നൻ എന്ന് പറയാനല്ല, ഞാൻ സാംസ്കാരികമായി ഉന്നമൻ നീ അധപ്പതനത്തിന്റെ ആള് എന്ന് പറയാനല്ല. നമ്മളെ എല്ലാം ഖുർആൻ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് മാ ഗുർറക ബിറബ്ബിക്കൽ കരീം. ഔദാര്യവാനായ ദൈവത്തെ നീ എന്താ മനുഷ്യ മറന്നത്? നിനക്ക് വായു നൽകിയ, നിനക്ക് വെള്ളം നൽകിയ. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നത് ഖുർആനിലെ 35-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ, യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ ശംസ വൽ ഖമറ കുല്ലും യജ്രി ലി അജലിൻ മുസമ്മാ. ആ വാചകത്തിന്റെ അർത്ഥം അറിയുമോ നിങ്ങൾക്ക്? രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ സാക്ഷാൽ ദൈവം. നോക്ക്, രാവും പകലും. അത് പറയുമ്പോൾ ഞാൻ ഒരൊറ്റ വാചകം പറഞ്ഞുകൊള്ളട്ടെ. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8-ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. ദേവകിയുടെ 8-ാമത്തെ പുത്രനായി ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന വാചകം ഞാൻ വായിച്ച ആദ്യ ദിവസം ഞാൻ ഉറങ്ങിയില്ല. ആ പരാമർശം എഴുതിയ പണ്ഡിതന്മാർ, ഹിന്ദു പണ്ഡിതന്മാരിൽ നിന്ന് ആ വാചകം വായിച്ചെന്ന് എനിക്ക് ഉറക്കു വന്നില്ല. കാരണം വലിയൊരു പൊരുളുണ്ടായിരുന്നു അതിൽ. ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു അതിന്റെ വാചകം എന്താ അതിൽ പറഞ്ഞത്? ഒരു ചിങ്ങമാസത്തിലെ മാസം ചിങ്ങമാസം മാത്രമാണോ? മറ്റൊരു മാസത്തെ തുടർന്ന് വരുന്നതാണ് ചിങ്ങമാസം, ശരിയല്ലേ? ആ ചിങ്ങമാസം അതിലെ ഒരു അർദ്ധരാത്രി. അപ്പൊ രാത്രി 6:30 രാത്രി തുടങ്ങിയാൽ 12 മണിയാകുന്നതോടുകൂടെ നമ്മൾ അർദ്ധരാത്രി എന്ന് പറയും. അപ്പൊ രാത്രി 6:30 തുടങ്ങിയിട്ട് 12 മണി വരെ ആ രാത്രിയെ നിയന്ത്രിച്ചത് ആരാ? അന്ന് ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടില്ല. ആരാ അതിനെ കൺട്രോൾ ചെയ്തത്? ഒന്ന്, ദേവകിയുടെ 8-ാമത്തെ പുത്രൻ എന്ന് പറയുമ്പോ 7 കുട്ടികൾ അതിനു മുമ്പ് ഇവിടെ വന്നു. ദേവകിയുടെ ഗർഭപാത്രത്തിൽ ഇവർ വളർന്നു.
ദേവകിയുടെ ഗർഭപാത്രത്തിൽ ഈ കുഞ്ഞിനെ വളർത്തിയതാരാ? നേരത്തെ പറഞ്ഞുവല്ലോ സ്വാമിജി, പന്തിർക്കുലമ്പെറ്റ പറയിക്കും അമ്മ നീ, എണ്ണിയാലൊടുങ്ങാത്ത തങ്ങളിൽ ഇണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു അല്ലേ. ഇഷ്ടവധുവാം നിന്നെ സൂര്യനണിയിച്ച ചിത്രപട കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി, ഉടുക്കത്ത ദാഹം നിൻ തിരുഹൃദയ രക്തം കുടിപ്പാൻ അല്ലേ. കൂമന്റെ മൂളലായി പേടിപ്പെടുത്തുന്നതും കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും പിന്നെ ഒരു ശസിനെ തോളിലേറ്റുന്നതും സായന്തനങ്ങളെ ചെപ്പിലൊതുക്കുന്നതും സന്ധിയെ എടുത്തു നീ കാട്ടിൽ മറയുന്നതും കണ്ണാല കണ്ടിട്ട് സർവം സകയായി നീ നിന്നതും എന്ന ONV കുറുപ്പിന്റെ മനോഹരമായ കവിതയിൽ നാം വായിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മുടെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യുന്ന സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെ എന്തേ നമ്മൾ കണ്ടെത്താതെ പോയത്? ആ സിട്ടാവിനെ ആരാധിക്കുന്നിടത്ത് നമ്മൾ ഒന്നിച്ചാൽ മനോഹരമായിരിക്കും നമ്മുടെ ലോകം, മനോഹരമായിരിക്കും നമ്മുടെ ലോകം. മാത്രവുമല്ല, ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. സാക്ഷാൽ പ്രപഞ്ചനാഥനെ ആരാധിക്കാതിരുന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ കുറ്റക്കാരാകും, നമ്മൾ ശിക്ഷിക്കപ്പെടും. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഭാര്യ, ഒരു പുരുഷന്റെ ഭാര്യ, പിതാരക്ഷിതി കൗമാരേ ഭർത്തൃരക്ഷിതി യൗവനേ പുത്രോരക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്ഥവിരേ പുത്ര നസ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതിയുടെ 9-ാം അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 3-ാമത്തെ സൂക്തമായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. നോക്ക്, പിതാരക്ഷിതി കൗമാരേ ഭർത്തൃരക്ഷിതി യൗവനേ. ഭർത്താവിന്റെ സംരക്ഷണത്തിൽ യൗവനത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ ജീവിതത്തിൽ ഒരിക്കലും അവളുടെ മനസ്സും ശരീരവും മറ്റൊരു പുരുഷനെ പങ്കുവെക്കുന്നത് ആണത്തമുള്ള ഒരു പുരുഷന് ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. അവന്റെ അവകാശവാദം എന്താണ്? കോയമ്പത്തൂരിൽ സംഭവം ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ്. ദൂരെ ജോലി ചെയ്യുന്ന ഒരു ഭർത്താവ് ലീവിന് വന്ന് തിരിച്ചുപോയി. പക്ഷെ അന്ന് ട്രെയിന് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം മടങ്ങി വീട്ടിൽ വരുമ്പോ ഒരു അപരിചിതനായ പുരുഷന്റെ ചെരുപ്പ് ഡോറിന് മുട്ടി നോക്കുമ്പോൾ ഡോറ് തുറക്കണില്ല. കോപാകുലനായി ഡോറ് ചവിട്ടി തുറന്ന് ഉള്ളിൽ ചെന്ന് നോക്കുമ്പോ താൻ ആർക്ക് വേണ്ടി അധ്വാനിച്ചുവോ, താൻ ആരെ സ്നേഹിച്ചുവോ അവൾ തന്നെ വഞ്ചിക്കുന്ന കാഴ്ച, മറ്റൊരു പുരുഷനുമായി അവളുടെ കിടപ്പറ പങ്കുവെക്കുന്ന കാഴ്ച കണ്ട് കിട്ടിയ ആയുധം കൊണ്ട് ഓങ്ങിയപ്പോൾ 10 വയസ്സുകാരൻ മകന്റെ ശിരസാണ് ഛേദിക്കപ്പെട്ടത്. ഒരു പുരുഷനും ജീവിതത്തിൽ ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ് അവന്റെ ഭാര്യയുടെ മനസ്സും ശരീരവും മറ്റൊരു പുരുഷനെ പങ്കുവെക്കുക എന്നത്. ഞാൻ ചോദിക്കുന്നു, എന്തേ ഇവിടെ നമ്മുടെ അവകാശം? അവൾ എന്റെ ഭാര്യയാണ്. 4 ആളുകളെ സാക്ഷി നിർത്തി. ഇന്നലെ ഞാൻ എന്റെ സത്യേട്ടന്റെ മകളുടെ കല്യാണത്തിന് പോയപ്പോ കല്യാണ സദസ്സും മണ്ഡപവും ഒരുങ്ങിയിരിക്കുന്നു, മുഹൂർത്തത്തിന് സമയം നിശ്ചയിച്ചിരിക്കുന്നു. അവിടെ ഞാൻ ഓർമ്മപ്പെടുത്തിയ ഒരു പ്രധാന ഭാഗമാണ്, ഒരു പിതാവ് മകളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഒരു പുരുഷന്റെ കയ്യിൽ. ഒരിക്കലും ചതിക്കാത്തൊരു ഭാര്യയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഭാര്യയുടെ ശരീരം 4 ആളുടെ മുമ്പിൽ വെച്ച് ഏറ്റെടുത്ത പുരുഷനല്ലാതെ അവളുടെ ശരീരം പ്രകടിപ്പിക്കരുത് എന്നാണ് ഇസ്ലാം ലോകത്തോട് പറഞ്ഞത്. നിന്റെ മാറും നിന്റെ സൗന്ദര്യവും ആളുകൾക്ക് ആസ്വദിക്കാനുള്ള പുറംപോക്കുകളല്ല എന്ന്. അതിന്റെ ദുരന്താണ് ഇവിടെ സംഭവിച്ചത്. ഡൽഹി എത്ര സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു, 2 വയസ്സുള്ള പെൺകുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെട്ടു. എന്തുകൊണ്ട്? അവിടെയാണ് ഭർത്തൃരക്ഷിതി യൗവനേ എന്നത് ഡൽഹിയിലെ നമ്മുടെ ജ്യോതിമോള് മറന്നത്, എന്റെ അനിയത്തി ജ്യോതിമോള് മറന്നത്. എന്തേ കാരണം? അന്യ പുരുഷന്റെ കൂടെ രാത്രി അവൾ തെണ്ടി നടന്നു. ഒരു സിനിമക്ക് ആരും അത് കണ്ടില്ല. പക്ഷെ അതോടൊപ്പം അവരെ പ്രേരിപ്പിക്കാനും രാത്രിയിൽ അവർ ഒരു പെണ്ണിനെ കിട്ടാനും കൂടെ ഉണ്ടായിരുന്നവനെ തച്ചൊതുക്കാനും അവസരമുണ്ടാക്കിയതിന്റെ പിന്നിലുമില്ലേ കുറ്റകൃത്യങ്ങൾ, പാപങ്ങൾ? ഒരു പെണ്ണ് അവളുടെ സൗന്ദര്യം പലർക്കും പങ്കുവെക്കുന്നതിനെ വ്യഭിചാരം എന്ന് നമ്മൾ വിളിക്കും. പെൺകുട്ടികളുടെ സൗന്ദര്യം പ്രകടിപ്പിച്ച് ആർക്കും ആകർഷിക്കുന്ന വിധത്തിൽ, ആരുടെ കാമാസക്തിയെയും വളരെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെയും കൂടിയുള്ള ഒരു ശബ്ദം അവിടെയാണ് മനുസ്മൃതിയിൽ ഇങ്ങനെ ഇല്ല എന്നും ഞാൻ പറയുന്നത്. ഏത്? പിതാരക്ഷിതി കൗമാരേ ഭർത്തൃരക്ഷിതി യൗവനേ എന്നല്ലാതെ കാമുകോ രക്ഷിതി യൗവനേ എന്നൊരു തസ്തികല്ല. കാമുകൻ കൊണ്ടുകിടന്ന് ഓന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഒരു മതത്തിലുമില്ല. എന്തിനധികം ജോസഫിന്റെ മകൾ നിരീശ്വരവാദിയായ അദ്ദേഹത്തിന്റെ മകൾ ഗീത ഒരിക്കൽ പോലും വിവാഹം പ്രഖ്യാപിച്ച പുരുഷന്റെ കൂടെ അയച്ചിട്ടില്ല. ഭാരതീയ സമൂഹം ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇസ്ലാമിൽ പലവരും പറയും, എന്താ പർദ, എന്താ അവള് പർദ ധരിച്ചിരിക്കുന്നത്? ഒരു പെണ്ണ് പല പുരുഷന്റെ പെണ്ണാകുമോ? ആവില്ല, അതാവരുത്. നമ്മുടെ മക്കൾ ആരാണോ അവളെ ജീവിതാന്ത്യം വരെ സംരക്ഷിക്കുന്നത്, 18 വയസ്സ് വരെ അച്ഛൻ സംരക്ഷിക്കുള്ളൂ, അമ്മ സംരക്ഷിക്കുള്ളൂ. 18 കഴിഞ്ഞാൽ പുരുഷന്റെ കൈകളിലാണ് അവൾ മരിക്കുന്നവരെ. അതുകൊണ്ട് തന്നെ അവളുടെ സൗന്ദര്യമെല്ലാം അവന്റെ മുമ്പിലാണ് സമർപ്പിക്കപ്പെടേണ്ടത്. ഇത് വളരെ പ്രധാനമാണ്. ഇസ്ലാം, നിങ്ങൾ നോക്ക്, ഞാൻ പ്രസംഗിച്ചതിന്റെ ചുരുക്കം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ ഏകദൈവാരാധന അവതരിപ്പിച്ചു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒന്നാമത്തെ ഖലീഫ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ ഖലീഫ ഉമറിനെ നിങ്ങൾക്കൊക്കെ പ്രസിദ്ധവുമാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് പ്രസംഗിക്കുകയാണ് മുഹമ്മദ് നബി മരിച്ച അന്ന്. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ കത് മാത്ത, അദ്ദേഹം മരിച്ചു, മരിച്ചവരെ ആരാധിച്ചുകൂടാ, മരിച്ചുപോയവരെ ആരാധിച്ചുകൂടാ. അംബാത്തുൻ ഗൈറു അഹിയാഇൻ, അവർ ജീവിച്ചിരിക്കുന്നവരല്ല, മരിച്ചവരാണ്. മരിച്ചത് എന്തുകൊണ്ടാണ്? അവരുടെ കഴിവുകേട് കൊണ്ടാണ്. മരണത്തെ അതിജയിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് മരണത്തിന് കീഴൊതുങ്ങുന്ന മനുഷ്യരെ സർവശക്തൻ എന്ന നിലയിൽ ആരാധിക്കരുത്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പ്രപഞ്ചത്തിന്റെ നാഥനായ സാക്ഷാൽ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ ഒരിക്കലും മരിക്കില്ല. ഒരിക്കലും മരിക്കാത്ത ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ, നമ്മളെക്കാൾ ശേഷി കുറഞ്ഞ, നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ മനുഷ്യരെ അല്ല നമ്മൾ ആരാധിക്കേണ്ടത്. ഒരു ചോദ്യം ഞാൻ ആ വിഷയത്തിൽ ചോദിച്ച ആ വിഷയം അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു പശു, ഏതെങ്കിലും ഒരു പാമ്പ്, ഏതെങ്കിലും ഒരു മരം, ഏതെങ്കിലും ഒരു ജന്തു മനുഷ്യനെന്ന മഹാബുദ്ധിജീവിയെ ആരാധിച്ചിട്ടുണ്ടോ? ഇന്ന് വരെയില്ല. മനുഷ്യനെന്ന മഹാബുദ്ധിജീവി കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും പ്രവാചകന്മാരും അമ്പിയാക്കളും ബീവിമാരും ദേവിമാരും എല്ലാറ്റിനെയും മലക്കുകളെയും ജിന്നുകളെയും സൃഷ്ടികളെ അവർ ആരാധിക്കുന്നു. സൃഷ്ടിയാരാധന അപകടമാണ്. സൃഷ്ടിയാരാധന അപകടമാണ്. സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. അവൻ്റെതാണ് ഇതെല്ലാം. നമ്മൾ എന്തു വർണ്ണിച്ചാലും ആ സൃഷ്ടാവിനെ ആരാധിക്കണമെന്നാണ് ലോക മതം, പ്രപഞ്ചത്തിന്റെ നാഥന്റെ മതം, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മതം. അതാണ് ഞാൻ ഉൾക്കൊണ്ട മതം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഖുർആൻ പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു മതത്തിലും ബലാത്കാരമില്ല. ശരിക്കും മനുഷ്യ സൗഹാർദ്ദം, നേരത്തെ ഫാദർ പറഞ്ഞു, മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെയേറെ കൊതിക്കുന്ന ഒരു വാചകമാണ്. കാരണം മതസൗഹാർദ്ദമല്ല, അത് നമ്മൾ തെറ്റിദ്ധരിച്ച മതസൗഹാർദ്ദം എന്നുള്ള പദം മാറ്റി ഇനി മുതൽ മണിമലയിലെ മഹാസമ്മേളനത്തിൽ നിങ്ങൾ മാനവിക സൗഹാർദ്ദം എന്ന് കൊടുക്കണം. എന്താ കാരണം എന്നറിയാം? ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. വളരെ ലളിതമായ ഒരു ഉദാഹരണം. ഇവിടെ നിലവിളക്ക് എന്റെ വിശ്വാസത്തിന് പാടില്ല. മന്ത്രി കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊടുത്താത്തത് വിവാദമായി. യേശുദാസ് പറഞ്ഞു, വെളിച്ചത്തിനെതിരാണ് കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം പണ്ഡിതന്മാർ വിശദീകരിച്ചു കൊടുത്തു, വെളിച്ചത്തിനെതിരല്ല. ഈ ട്യൂബ് ലൈറ്റുകളെല്ലാം കത്തുന്നതിനിടയിൽ, ഈ വലിയ ബൾബ് പ്രകാശിക്കുന്നതിനിടയിൽ പ്രകാശത്തിന് വേണ്ടിയല്ല നിലവിളക്ക് കൊടുക്കുന്നത്, അഗ്നി ആരാധനയുടെ ഭാഗമാണ്. മുസ്ലിമായ എനിക്ക് അഗ്നി ആരാധന പാടില്ല. പക്ഷെ എനിക്ക് ഇവരുടെ കൂടെ എല്ലാം ഇരിക്കാം. ഇവർ വിളമ്പുന്ന ചോറ് കഴിക്കാം, ഇവരുടെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടാൽ കല്യാണത്തിന് പോകാം. പക്ഷെ എന്റെ ആരാധനയെ കളഞ്ഞു കുളിച്ചുകൊണ്ട് എന്റെ വിശ്വാസത്തെ മാറ്റിവെച്ച് എനിക്കിഷ്ടമില്ലാത്ത മറ്റൊരു വിശ്വാസത്തിൽ എന്നെ നിർബന്ധിക്കൽ, അതാണ് തീവ്രവാദം, അതാണ് ഭീകരവാദം. അത് പാടില്ല. ഞാനൊരു അമുസ്ലിമിനെ, എന്റെ സുഹൃത്തിനെ കൊണ്ടുവന്ന് പള്ളിയിൽ അവനെ സുജൂദ് ചെയ്യിപ്പിച്ച് നിർബന്ധിക്കൽ, അതല്ല മതസൗഹാർദ്ദം. അത് മതസൗഹാർദ്ദമല്ല, മതവിരുദ്ധമാണ്. ഞാൻ ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. മദ്യപാനിയുമായുള്ള നമ്മുടെ സൗഹൃദം എന്താ? മദ്യപാനിയുമായുള്ള നമ്മുടെ സൗഹൃദം അവൻ 1 ലിറ്റർ കുടിക്കുന്നിടത്ത് 1/2 ലിറ്റർ കുടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണോ? വ്യഭിചാരിയുമായുള്ള നമ്മുടെ സൗഹൃദം അവന്റെ കൂടെ വ്യഭിചരിച്ച് 1 ട്രിപ്പ് ഐക്യം പ്രഖ്യാപിക്കലാണോ? അല്ല. മനുഷ്യ സൗഹാർദ്ദമാണെങ്കിൽ മദ്യപാനിയുടെ മദ്യപാനം നിർത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയും അവനെ ഉപദേശിക്കുകയും അവന്റെ കൂടെ നിൽക്കുകയും അവൻ ആളുകൾ ആട്ടി ഓടിക്കുമ്പോൾ പോലും അവനെ സംരക്ഷിക്കുകയും അവനവന്റെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യും. ഞാൻ കോട്ടയത്ത് നിന്നൊരു യാത്ര പോകുമ്പോൾ നല്ല വസ്ത്രം ധരിച്ച ഒരാള് മറിഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടു. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് വണ്ടി നിർത്തണം. അയാൾ നോക്കുമ്പോൾ അയാൾ നല്ലൊരു ഓഫീസ് ഉദ്യോഗസ്ഥനാണ്. അന്ന് എന്തോ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത് കുറച്ച് കൂടുതൽ കുടിച്ചു, അങ്ങനെ വീണ് കിടക്കുകയാണ്. അയാളിൽ നിന്ന് ഫോൺ നമ്പർ കളക്ട് ചെയ്ത് ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിയ, ഞങ്ങൾ താടി വെച്ച 2-3 മുസ്ലിമീങ്ങൾ അയാളെ കൊണ്ടുപോയി അയാളുടെ വീട്ടിലാക്കി. എനിക്ക് എന്താ അതിന്റെ ആവശ്യം? അയാൾ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. മറുഭാഗത്ത് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കാണുന്നത്, പൊന്നാനിയിൽ ചെന്നപ്പോൾ അവിടെ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ കുടിക്കുന്നത്. തിരൂര് ചെന്നപ്പോൾ അവിടെ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ കുടിക്കുന്നത്. ചാലക്കുടി എന്നുള്ള പേരിന് അന്വർത്ഥമാക്കി ചാലിട്ട് കുടിക്കുകയാണ്. ചാലക്കുടിയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിയന്മാർ ചാലക്കുടിയിലാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഓവുചാലിൽ വരെ ഒഴുക്കിയിട്ട് നക്കി കുടിക്കുന്നു. ആ കോലത്തിലേക്ക് കേരളം മാറി. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന എത്ര പെൺകുട്ടികളെ കണ്ണീർ കുടിക്കണ. ഭർത്താവ് കയറി വരുമ്പോ ഭാര്യ ഓടി അയൽവാസിയുടെ വീട്ടിൽ പോവുകയാണ്. അമ്മ കട്ടിൽ നോട്ടിൽ ഒളിക്കുകയാണ്. മക്കൾ ഓടി അകലത്തിൽ പോവുകയാണ്. ഈ അച്ഛനെയും ഈ മകനെയും ഈ ബാപ്പാനെയും ഈ ഡാഡിയെയും ഭയപ്പെട്ടിട്ട് ഇതിൽ നിന്ന് മാറ്റമുണ്ടാവാൻ ഒറ്റ വഴിയുണ്ട്.
ഞാനതാ പറഞ്ഞത്, മദ്യപാനിയുമായുള്ള സൗഹാർദ്ദം മദ്യപിച്ചുകൊണ്ടല്ല, ബിംബാരാധനയുമായുള്ള എൻ്റെ ആരാധനയിൽ പങ്കാളിയായി ഫാദർ ഒരു പ്രവൃത്തി ചെയ്യുക എന്നതല്ല സൗഹാർദ്ദം. എൻ്റെ മതവിശ്വാസത്തിന് എന്നെ അനുവദിച്ചുകൊണ്ട്, എന്നെ ആദരിച്ചുകൊണ്ട്, എന്നെ ബഹുമാനിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ചിന്തയും അനുസരിച്ച് അദ്ദേഹത്തിന് കർമ്മം ചെയ്യാൻ അവസരമുള്ള പോലെ എനിക്ക് അവസരമുണ്ടെന്ന് കരുതി എന്നെ ആദരിക്കലാണ്. ഞാൻ തിരിച്ചു സ്വാമിജിയുടെ ആരാധനയെ പരിഹസിക്കാതെ, അപഹസിക്കാതെ അതിൽ ന്യൂനത എനിക്ക് ചൂണ്ടിക്കാണിക്കാം. എൻ്റെ ആരാധനയിൽ ന്യൂനത സ്വാമിജിക്കും ചൂണ്ടിക്കാണിക്കാം. ഒരു പ്രശ്നമില്ല. നമ്മുടെ മനസ്സ് വിശാലമാണ്, നമ്മുടെ മനസ്സ് വളർന്നു വരട്ടെ. ഇപ്പൊ നോക്ക്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹരിക്കുന്നവൻ മുസ്ലിം അല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഞാൻ വയറടിച്ച് ബിരിയാണി തിന്നാൽ ഞാൻ മുസ്ലിം അല്ല. എന്നെ കുറിച്ച് എൻ്റെ അയൽവാസി നിർഭയനായിരിക്കണം, അപ്പോഴാണ് ഞാൻ വിശ്വാസിയാവുക. എൻ്റെ അയൽവാസി എൻ്റെ താടി ഭീകരവാദത്തിൻ്റെ ആണെന്ന് മനസ്സിലാക്കരുത്. ഇവിടെയാണ് ഒരു ചെറിയ തിരിച്ച് ആവശ്യമായിട്ടുള്ളത്. രവീന്ദ്രനാഥ ടാഗോറിന് മനോഹരമായ താടി ഉണ്ടായിരുന്നു, ചട്ടഭിസ്വാമികൾക്ക് താടി ഉണ്ടായിരുന്നു, സ്വാമിജിക്ക് ഇവിടെ താടിയുണ്ടായി, എനിക്കുമുണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ താടി. അദ്ദേഹത്തിന്റെ താടി ഭീകരവാദത്തിൻ്റെതല്ല. കാർൽ മാർക്സിനുണ്ട് താടി. താടിയല്ല പ്രശ്നം. ഒരു പോയിന്റ് ചോദിച്ചു കൊള്ളട്ടെ, താടിക്ക് വികാരമുണ്ടോ, വിചാരമുണ്ടോ, കോപമുണ്ടോ, വർഗീയത ഉണ്ടോ? എങ്കിൽ അത് ഇവിടെ ഉണ്ടാവണ്ടേ? രവിശങ്കറിനായിരിക്കില്ലെങ്കിൽ ഏറ്റവും വലിയ ഭീകരത താടിയും മുടിയും ഒരേപോലെ ഉണ്ട്. എനിക്കൊരു ഹിന്ദുവിനെ കാണുമ്പോൾ എന്റെ മനസ്സിലാണ് കോപം ഉണ്ടാകുന്നതെങ്കിൽ എന്റെ മനസ്സാണ് പ്രശ്നം, എന്റെ താടിയല്ല. മാത്രമല്ല, ഈ താടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ താടി വെച്ച് ഞാൻ ട്രെയിനിൽ കയറിയാൽ വേഗം എനിക്ക് സീറ്റിൽ ഒഴിഞ്ഞു തരും. അച്ഛൻ ഈ വസ്ത്രം ധരിച്ച്, സ്വാമിജി ഈ വസ്ത്രം ധരിച്ച് കയറി ചെന്നാൽ സ്വാമിജി ഇവിടെ ഇരുന്നോളൂ എന്ന് പറയും. അല്ലാതെ പാന്റ് കുപ്പായിട്ട് ഇൻസൈഡ് ചെയ്ത് ടോപ്പിൽ ഒരു മൊബൈലും പിടിച്ചെടുത്തുമ്പോൾ അവിടെ നിന്നടാ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ബഹുമാനമുണ്ട്. ഇനി ഞാൻ ഈ താടിയും വെച്ച് ഒരു വേശ്യാലയത്തിന് മുമ്പിൽ നിൽക്കുകയാണെങ്കിലോ, എടാ ഏതാടോ ഒരു മതപണ്ഡിതൻ വ്യഭിചരിക്കാൻ നിൽക്കുന്നത്? എന്റെ താടി എന്നെ വ്യഭിചാരത്തിൽ നിന്ന് വിലക്കി. സിനിമാ തിയേറ്ററിന് മുമ്പിൽ എനിക്ക് താടിയുമായി നിൽക്കാൻ പറ്റില്ല. ഇനി മാത്രമല്ല, ഞാനൊരു തെറ്റ് ചെയ്താൽ നിങ്ങളൊക്കെ പറയാൻ തരും, മതത്തിന്റെ ഭാഗമായി വലിയ താടിയും വെച്ച് നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല. അപ്പൊ താടി മനുഷ്യന്റെ ജീവിതത്തിൽ ധർമ്മം ചെയ്യാൻ പ്രയത്നം. മാത്രവുമല്ല, യേശുക്രിസ്തുവിന്റെ ഏത് പിക്ചറിലാ താടിയില്ലാത്തത്? ലേവ്യ പുസ്തകത്തിലെ ഞാനൊരു വാചകം വായിച്ചു, താടിയുടെ അറ്റം പോലും കട്ട് ചെയ്യരുത്. ദാവൂദ് നബിയുടെ നാട്ടിൽ നിന്ന് രണ്ടാളൊരു രാജാവിന്റെ, ഒരു പ്രാദേശിക രാജാവിന്റെ അടുത്ത് എത്തിയപ്പോ അവരെ സംശയിച്ചിട്ട് അവരെ താടി പഠിച്ചു കളഞ്ഞു. ഒരു ഭാഗം അതിന് ദാവൂദ് നബി പറയണെന്നറിയോ, ആ താടി സമൃദ്ധമായി വളരുന്നവരെ ഈ പട്ടണത്തിൽ പ്രവേശിക്കരുത്. അപ്പൊ താടി ഭീകരവാദത്തിനല്ല, അത് മീഡിയകൾ പ്രചരിപ്പിച്ചതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മീഡിയകളാണ് നമ്മളെ കേടുവരുത്തി, നമ്മുടെ പത്രങ്ങളാണ് നമ്മുടെ കേടുവരുത്തി. ഫാദറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനൊരു വാചകം പറയും. ഇന്ത്യ ഇന്നും സൗഹൃദത്തിന്റെയും ഏറ്റവും വലിയ മത കൊണ്ടും കൊടുക്കലുകളുടെയും നാട് തന്നെയാണ് ഇന്ത്യ. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും അത് മതം പഠിക്കാത്തവരാണ്, മതം മനസ്സിലാക്കാത്തവരാണ്. നമ്മളൊക്കെ ഐക്യത്തിലല്ലേ, നമ്മളൊക്കെ സ്നേഹത്തിലല്ലേ? എന്തിന് നമ്മൾ കഴുത്തറക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അവസാനിപ്പിച്ചുകൊള്ളട്ടെ, ദീർഘമായി ഞാൻ സംസാരിച്ചു എന്ന് തോന്നുന്നു. ഒരു പോയിന്റ് അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ അർജുനനോട് ശ്രീകൃഷ്ണൻ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നപ്പോ പറഞ്ഞൊരു വാചകമുണ്ട്, ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷസി മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അർജുന, ധർമാധർമ്മ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗത്ത് പോകും. സ്വർഗമുണ്ടെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നന്മ ചെയ്ത് ജീവിക്കാൻ, നല്ലത് ചെയ്ത് ജീവിക്കാൻ, പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ, ജാതി മതം നോക്കാതെ മനുഷ്യരെ സ്നേഹിക്കാൻ, ഏത് വിശ്വാസത്തിന്റെ ന്യൂനതയെയും സ്നേഹത്തോടെ തിരുത്തി കൊടുക്കാൻ. ഒരു ചോദ്യമാണ്, സൈഡ് സ്റ്റാൻഡ് തട്ടാതെ ഒരു ടൂ വീലർ ഓടിച്ചു പോയാൽ ജാതിയും മതവും നമ്മൾ നോക്കാറില്ല. സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്ന് പറയും. ഒരു കാറിന്റെ ഡോർ അടയ്ക്കാതെ പോയാൽ കാറിന്റെ ഡോർ അടച്ചിട്ടില്ലെന്ന് പറയും നമ്മൾ. അതാണ് സ്നേഹം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഏകദൈവത്തെ മാത്രം ആരാധിച്ച്, അവൻ പഠിപ്പിച്ച മതം പഠിപ്പിച്ച്, മൂല്യവത്തായ ജീവിതം നയിച്ച്, അച്ഛനമ്മമാരെ ആദരിച്ച്, അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയാക്കാതെ അവരെ സംരക്ഷിച്ച്, നമുക്ക് ജന്മം നൽകിയ കഷ്ടപ്പെട്ട മാതാപിതാക്കളെ സ്നേഹിച്ച്, മതാധ്യക്ഷന്മാരെ ബഹുമാനിച്ച്, ആദരിച്ച്, മതാധ്യക്ഷന്മാർ പാവപ്പെട്ടവരെ വഞ്ചിക്കാതെ ഏറ്റവും ശ്രേയസ്കരമായ ജീവിതം നയിച്ചാൽ അതാണ് ഏറ്റവും ഉന്നതം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, പ്രവാചക തിരുമേനിയെയും ഖുർആനിനെയും ഒക്കെ നിങ്ങൾ പഠിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ലോകത്തിലെ ഏത് വേദത്തെയും വളരെ സന്മനസ്സോടെ പഠിക്കാൻ തയ്യാറായാൽ നമ്മൾ ആരും ഒരേ വ്യത്യസ്ത അച്ഛനമ്മമാരുടെയും ദൈവത്തിന്റെയും അടിമകളോ മക്കളോ അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഒരൊറ്റ ദൈവത്തിന്റെ അടിമകളാണ്, അവനാണ് ഈ ലോകത്തെ സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അവനെ മാത്രം ആരാധിക്കാൻ നമുക്ക് മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം സാഗൂതം അഗൈധവമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ഇനിയും പഠിക്കണേ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട്, ഇവിടെ ഇരിക്കുന്ന രണ്ട് മതപണ്ഡിതന്മാരോടും എന്റെ പരാമർശത്തിൽ നിങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട് എന്റെ ചർച്ചയിൽ
പാകതയുണ്ടെങ്കിൽ എന്നെ സ്നേഹത്തോടെ തിരുത്തി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെ പക്വതയോടുകൂടി നേരിടണം എന്നെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നല്ല സ്നേഹത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണം, സംശയത്തിൻ്റെ കണ്ണുകൾ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഇതിനവസരം തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.